യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Gospel of St. John, chapter 20, verses 15 to 18. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15 മുതൽ 18 വരെ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെ ശബ്ദമുയർത്തി നമുക്കൊരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി വായിച്ച്. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൾ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരെ അടുക്കൽ ചെന്ന്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമാവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. നാം കേൾക്കുന്ന ഈ റിസറക്ഷൻ സീരീസിൻ്റെ ഒന്നാമത്തെ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ എൻകൗണ്ടർ. ദ എൻകൗണ്ടർ, മുഖാമുഖം. മുഖാമുഖം, യേശു കർത്താവുമായി മുഖാമുഖം. ചേർന്ന് പാടിയാതെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻ. കമോൺ എല്ലാവരും. ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻപിൽ, ലോകമെൻ പിൻപിൽ ക്രൂശന്റെ മുൻപിൽ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, 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 no turning back. The
എൻകൗണ്ടർ. പല എൻകൗണ്ടറുകൾ ഉണ്ടായിരിക്കും മോനെ. അത് ആ ഒരു ദ കൂടെ ആഡ് ചെയ്യേണ്ടത് ആവശ്യം. ദ എൻകൗണ്ടർ വളരെ പ്രധാനപ്പെട്ട ദ എൻകൗണ്ടർ. ഈ പുസ്തകം മുഴുവൻ അഭിമുഖങ്ങളുടെ ഒരു സമാഹാരമാണ്. ദൈവം ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ ചില ഇടങ്ങളിൽ വെച്ച് മനുഷ്യനുമായി സംസാരിച്ചു. നമ്മുടെ അപ്പൻ നമ്മോട് സംസാരിക്കുന്നവനാണ്. ഒരിക്കൽ യൂറോപ്പിൽ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ പരന്നു. ദൈവം മരിച്ചുപോയി. ഗാഡ് ഈസ് ഡെഡ്. ദൈവം മരിച്ചുപോയി. ബില്ലി ഗ്രഹാം യൂറോപ്പിലെ ഒരു ടൗണിൽ, ഒരു സിറ്റിയിൽ പ്രസംഗിപ്പാൻ പ്ലെയിൻ ഇറങ്ങിയപ്പോൾ ടി വി, റേഡിയോ, മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓടിക്കൂടി ഇങ്ങനെ ചോദിച്ചു, ദർ ഇസ് എ കോൺസെപ്റ്റ് സ്പ്രെഡിങ് ത്രൂ ഔട്ട് യൂറോപ്പ്. യൂറോപ്പിൽ മുഴുവൻ ഒരു ചിന്ത ഇങ്ങനെ പരക്കുന്നു, ദൈവം മരിച്ചുപോയി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെപ്പോലെ തന്നെ ഒരു മിനിറ്റ് ബില്ലി ഗ്രഹാം മൗനമായിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുൻപ് എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവത്തോടും സംസാരിച്ചു. ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവത്തോട് സംസാരിച്ചു. വീണ്ടും ദൈവം എന്നോട് സംസാരിച്ചു. എൻ്റെ ദൈവം മരിച്ചിട്ടില്ല. എൻ്റെ ദൈവം ജീവിക്കുന്നവനാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്നവനാണ്. ദൈവം തലക്കനത്തോടെ ഹെഡ് വെയിറ്റിട്ട് നികളത്തോടെ ഇരിക്കുന്നവനല്ല. മനസ്താപമുള്ളവൻ, താഴ്മയുള്ളവൻ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായവൻ, ഒന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്നവൻ, ഓടി വരുന്നവൻ. ആരെയും ഫോൺ ചെയ്യുമ്പോൾ ആ പാട്ട് നിങ്ങൾ കേട്ടു. ഒന്ന് വിളിച്ചാൽ അവൻ ഓടി വരും. അത് കള്ളമല്ല, അത് വാസ്തവമാണ്. അത് അനുഭവിച്ചവ ധാരാളം പേർ എൻ്റെ ചുറ്റും ഇരിപ്പുണ്ട്. മനുഷ്യൻ്റെ ശബ്ദത്തെക്കാൾ ലക്ഷം കോടി ഉന്നതമാണ് ദൈവത്തിൻ്റെ ശബ്ദം. മനുഷ്യൻ്റെ ശബ്ദം പലപ്പോഴും നിങ്ങളെ കരയിപ്പിച്ചു. മനുഷ്യൻ്റെ വാക്കുകൾ പലപ്പോഴും നിങ്ങളെ കുത്തിവേദനിപ്പിച്ചു. മനുഷ്യൻ്റെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അത് ഹൃദയങ്ങളെ തകർക്കുന്നതാണ്. ചിലരുടെ ഫോൺ വരുമ്പോൾ തന്നെ അവിടെ പേര് ആ ഡയലിൽ അല്ലെങ്കിൽ ആ സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ സ്തോത്രം നിങ്ങൾക്ക് എടുക്കാൻ പേടിയാണ്. കാരണം ഏത് ബോംബാണ് ആ വാക്കുകളിലൂടെ പൊട്ടുന്നത്, ഏത് രീതിയിലാണ് അത് തകർക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഭയമാണ്. മനുഷ്യൻ്റെ വാക്കുകൾ നിങ്ങളെ തകർക്കുമ്പോൾ, പൊളിക്കുമ്പോൾ എൽ ഷഡായ്, എൽ ഷഡായ്, എൽ ഷഡായ്, എൽ എലിയോൻ, എലോഹീം, ഇമ്മാനുവേലിൻ്റെ വാക്ക് തേനിനേക്കാൾ, തേൻമൊഴിയേക്കാൾ മാധുര്യമേറിയതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്. അവൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് മാറിപ്പോകത്തില്ല. അവൻ പിന്നെ കാണാമെന്ന് പറയത്തില്ല. അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് പോകത്തില്ല. എന്നും കൂടെ ഇരിക്കുന്നവനാണ്. മോനെ, അത് ഓട്ടോമാറ്റിക്കായി പ്ലേ ചെയ്യും. ആ മോഡിലിട്ടിട്ട് യു ജസ്റ്റ് റിലാക്സ്. വെരി സൂൺ യു ആർ ഗോയിങ് ടു കം ബാക്ക് അഗൈൻ. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിക്കുന്നവനാണ്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഈ വർഷത്തിൻ്റെ അവസാന നാളിൽ എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വ്യക്തികളിലും അപ്പച്ചൻ്റെ ശബ്ദം വളരെ അടുത്ത് നിങ്ങൾ കേൾക്കണം. ഒരു പ്രവാചകനോട്, ഒരു ദൈവദാസിയോട്, ഒരു ദൈവദാസനോട് എങ്ങനെയാണ് നിങ്ങൾ പ്രവചിക്കുന്നത്, എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത് എന്ന് പറഞ്ഞ, ഓ ബ്രദറെ അതൊരു കൃപ എന്ന് പലരും പറഞ്ഞ് റിലീജിയസ് മതത്തിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ, ദൈവമക്കളെ, ഇൻ ജീസസ് നെയിം, അവർ ദൈവശബ്ദം കേട്ടെങ്കിൽ, അവർ പ്രവചിച്ചെങ്കിൽ നിങ്ങൾക്കും കഴിയും. നിങ്ങൾക്ക് കഴിയും. കാരണം ദൈവത്തിൻ്റെ സഭയിൽ അമിതാഭ് ബച്ചന്മാരില്ല. അർത്ഥം, ദൈവത്തിൻ്റെ സഭയിൽ സൂപ്പർ സ്റ്റാർ ഇല്ല. ഏതോ ദൈവദാസനോട് സംസാരിച്ച് ആ ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു ദാഹമുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ, വക്രതയല്ല, നികളമല്ല,
കോമ്പറ്റീഷൻ അല്ല, പകരം ദാഹമുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ആസ് ദ ഡിയർ പാന്തത്ത് ഫോർ ദ വാട്ടേഴ്സ്, മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ദാഹമുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഐ ഗ്യാരണ്ടി യു, ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിബിൾ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ നിന്ന് വളരെ കൃത്യമായി ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. സോ എൻകൗണ്ടർ അല്ലെങ്കിൽ ആ മുഖാമുഖം, ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയും, ഓർഡറിൽ പറഞ്ഞാൽ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന എൻകൗണ്ടർ, അതാണ് ഈ പുസ്തകത്തിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത്. ആ മുഖാമുഖങ്ങളെ, ആ എൻകൗണ്ടേഴ്സിനെ നിങ്ങൾ ബൈബിളിൽ നിന്ന് മാറ്റിയാൽ ഈ പുസ്തകം നിലനിൽക്കത്തില്ല. ഈ പുസ്തകത്തിൽ ഏതെങ്കിലും വ്യക്തിയെ, ഏതെങ്കിലും ഭക്തനെ, ഏതെങ്കിലും ഭക്തയെ ദൈവം ഉപയോഗിച്ചത് സ്തോത്രം തീ പെട്രോളിനെ തൊട്ടതുപോലെ, ഓ കമാൻ, തീ പെട്രോളിനെ തൊട്ടാൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് പോലെ, ഒരു സ്പിരിച്വൽ എക്സ്പ്ലോഷന് വേണ്ടി, ഒരു ആത്മീയ സ്ഫോടനത്തിന് വേണ്ടി അനേകരുടെ ജീവിതത്തിൽ നടന്ന എൻകൗണ്ടറാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവം ഇറങ്ങി വന്ന് നോഹയോട് സംസാരിച്ച എൻകൗണ്ടറാണ് ആ പെട്ടകത്തെ അരരാത്തിന് മുകളിൽ എത്തിച്ച് 8 പേരെ സംരക്ഷിച്ചത്. അബ്രാമിനെ അബ്രഹാമാക്കി തീർത്തത് ദൈവിക എൻകൗണ്ടറാണ്. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട യാബോക്ക് കടവിൽ ഒരു ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചപ്പോൾ, മേലാൽ നീ യാക്കോബല്ല, നിന്റെ പേര് ഇസ്രായേലാകും എന്ന് പറഞ്ഞ് ഇന്നും ഫേമസായ ആ രാജ്യത്തെ, ആർക്കും തകർക്കാനും തടുക്കാനും കഴിയാത്ത ആ രാജ്യത്തെ, എൻ്റെ പേര് ഇസ്രായേൽ, ഇസ്രായേൽ, അത് എൻകൗണ്ടറിൽ വെളിപ്പെട്ട ഒരു ശബ്ദമാണ്. വിക്കനായ മോശയെ രാജ്യങ്ങളെ പ്രവാചകനാക്കിയത് എൻകൗണ്ടറാണ്. കേൾക്കുന്ന ഒരാമേൻ പറഞ്ഞ ആട്ടെ. ഒരു ഇടയനെ, ആർക്കും വേണ്ടാത്ത ഇടയച്ചെറുക്കനെ, വീട്ടിന് പോലും തലവേദനയായ ഇടയച്ചെറുക്കനെ ഒരു മഹാരാജാവായി ഉയർത്തിയത് എൻകൗണ്ടറാണ്. അടിമകളുടെ കൂട്ടത്തിൽ 16,000-ത്തിലധികം പേരെ നെബൂഖദ്നേസർ പിടിച്ചിട്ട് പോയപ്പോൾ, ആ കൂട്ടത്തിൽ ആ പിടിച്ചിട്ട് പോയ സ്വന്തം ദേശം പോയി, രാജ്യം പോയി, മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടു, അടിമയാണ്, അനാഥനാണ്. പക്ഷേ ആ ചെറുക്കൻ 4 രാജാക്കന്മാർ മാറി മാറി വന്നിട്ടും ഗവർണർ എന്ന ഉന്നത സ്ഥാനത്തെത്തിയത് കൂടെ ആ ദാനിയേൽ ലഭിച്ചതായ എൻകൗണ്ടറാണ്. കർത്താവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ നടന്നു, 10,000-കണക്കിന് അത്ഭുതങ്ങളെ കണ്ടു. രാവിലെയും വൈകിട്ടും സ്തോത്രം ദൈവശബ്ദം കേട്ടു, പ്രവചന ശബ്ദങ്ങൾ കേട്ടു. പക്ഷേ എന്നിട്ട് പിന്മാറിപ്പോയ പത്രോസ് നരകത്തിൻ്റെ വാതിക്കൽ നിൽക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ ലിസ്റ്റിൽ നിന്ന് അവൻ്റെ പേര് വെട്ടിക്കളഞ്ഞു. ബാക്കി വീട്ടിൽ പോയി വായിച്ചാട്ടെ. അതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറ. കാരണം ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ പത്രോസില്ല. ഓ കമാൻ, ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ശിഷ്യന്മാരുടെ ലിസ്റ്റിൽ പത്രോസില്ല, കാരണം അവൻ ഏറ്റു പറയേണ്ടതിന് പകരം അവൻ തള്ളിപ്പറഞ്ഞു. കമോൺ, ഇന്നും പാരമ്പര്യക്കാരുടെ ഇടയിൽ ചേർന്ന് തള്ളിപ്പറഞ്ഞ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്നും പഴമക്കാരുടെ ഇടയിൽ പോയി ഓ വേണ്ടായിരുന്നു എന്ന തള്ളിപ്പറഞ്ഞ ആരോ പറയുന്നു. തീർന്നു. ഏറ്റു പറയുമ്പോൾ അവൻ്റെ പുസ്തകത്തിൻ്റെ പേര് എഴുതപ്പെടുന്നു. തള്ളിപ്പറയുമ്പോൾ നീ പിന്മാറ്റക്കാരനാകുന്നു, പിന്മാറ്റക്കാരിയാകുന്നു. എന്നാൽ നരകത്തിൻ്റെ വാതിക്കൽ നിന്ന് പത്രോസിനെ സ്തോത്രം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ 3 പ്രാവശ്യം ഏറ്റുപറയൽ തിരിച്ചു പിടിച്ചത്, ഇവാഞ്ചലിസത്തിൻ്റെ സുവിശേഷണത്തിൻ്റെ താക്കോൽ കൊടുത്തത്, അപ്പോസ്തല പ്രവൃത്തിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കരിസ്മാറ്റിക് പ്രീച്ചറാക്കി തീർത്തത് സ്തോത്രം ഒരു എൻകൗണ്ടർ ആയിരുന്നു. ഗലീല കടലിൻ്റെ കരകിൽ നടന്ന എൻകൗണ്ടർ ആയിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. അത് ദമസ്കോസിൻ്റെ പടിവാതിൽ വെച്ച് ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന എൻകൗണ്ടറാണ് പേഴ്സിക്യൂട്ടറെ, അതെ സഭയെ പീഡിപ്പിച്ചവനെ വെളിപ്പാടൻ്റെ അപ്പോസ്തലൻ ആക്കി തീർത്തത്. കഥ കേട്ടിരിക്കല്ലേ, ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട പത്മോസ് ദ്വീപിൽ മരണം കാത്തുകിടന്നവനെ 10 ദിവസത്തെ ആത്മാവിലായപ്പോൾ ഇറങ്ങി വന്ന, സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന എൻകൗണ്ടറാണ് 66-ാമത്തെ പുസ്തകം എഴുതുവാൻ തൊക്കുന്ന യോഹന്നാനെ ബലപ്പെടുത്തിയത്. ഈ ദിവസം ഈ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ കാര്യം ഇന്ത്യൻ പ്രസിഡന്റ് എന്ന പദവിയല്ല, കോടികളെ സമ്പാദ്യമല്ല, അദാനി 2ഓ അംബാനി 3ഓ ആകുന്നതല്ല ഏറ്റവും വലിയ കാര്യം. പകരം സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ
നിൻ്റെ ലൈഫ് മാറി. എൻകൗണ്ടർ. 2 കരങ്ങൾ ഉയർത്തി 30 സെക്കൻഡ് ചോദിച്ച് എന്നോട് സംസാരിക്കാൻ കർത്താവേ. ഒരു എൻകൗണ്ടറിനായി എന്നെ ഒരുക്കും. കമാണ് എല്ലാവരും. പഴയ വിശ്വാസിയായിരിക്കാം, പുതിയ വിശ്വാസിയായിരിക്കാം, ഒത്തിരി ദൈവദാസന്മാരെ അറിയായിരിക്കാം, ഒത്തിരി സഭകൾ കയറി ഇറങ്ങിയായിരിക്കാം നിങ്ങളിവിടെ എത്തിയ. നോ പ്രോബ്ലം. വെൽക്കം, വെൽക്കം, വെൽക്കം. പക്ഷേ അടുത്ത ലെവൽ നിനക്കായി ഇതാ സ്വർഗം തുറക്കുന്നു. അടുത്ത ലെവലിൽ ദൈവം തുറക്കുന്നു. മഹത്വത്തോട് നീ അടുക്കുകയാണ്. പ്രാർത്ഥിച്ച് ഈ മോഡിലാണ് ഈ സഭായോഗം ദൈവൻ്റെ മുൻപിൽ കാണിച്ചത്. യെസ്, പ്രാർത്ഥിച്ച് എൻകൗണ്ടറുകൾ. കമാണ് എല്ലാവരും സംസാരിക്കും. കർത്താവേ, ഇരു കരങ്ങളെ ഉയർത്തി സംസാരിക്കും. എൻകൗണ്ടറുകൾ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നോക്കിയേ, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? അഭിമുഖങ്ങൾ, ദൈവമായ അഭിമുഖങ്ങൾ, അത് ദർശനങ്ങളിലൂടെ വെളിപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ നടക്കുമ്പോൾ, നിങ്ങൾ ഉണർന്നിരിക്കുന്ന വേളകളിൽ ദർശനങ്ങളിലൂടെ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. സെയിം ടൈം നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ ഒക്കെ പാപം ചെയ്ത് അവരുടെ കിടക്കയെ അശുദ്ധമാക്കി. അശുദ്ധിയുടെ കിടക്ക ഉള്ളവനിൽ നിന്ന് ദൈവം അകന്നു നിന്നു. പക്ഷെ 17 വയസ്സ് പ്രായമുള്ള യോസെഫിൻ്റെ കിടക്കയോട് ചേർന്ന് നിന്ന് കർത്താവ് സ്വപ്നം നൽകി. നിന്റെ കിടക്ക വിശുദ്ധമെങ്കിൽ, നിന്റെ ജീവിതം വിശുദ്ധിയുള്ളതെങ്കിൽ, നിന്റെ കണ്ണ്, നിന്റെ നിരൂപണം, നിന്റെ ഫോൺ വിശുദ്ധിയുള്ളതെങ്കിൽ, ഇന്നും സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ പാപചിന്തയിൽ, പാപത്തിൻ്റെ ഇമാജിനേഷനിലല്ല നീ ജീവിക്കേണ്ടത്. നിൻ്റെ ചിന്തകളെ റീഡ് ചെയ്യുന്ന, നിൻ്റെ ചിന്തകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ വിശുദ്ധനാണ്. ദർശനങ്ങളിലൂടെ അവൻ എൻകൗണ്ടർ തരും. സ്വപ്നങ്ങളിലൂടെ അവൻ എൻകൗണ്ടർ തരും. ചിലപ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്ന് സംസാരിക്കും. ആൻഡ് സോ ഓൺ. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. മറ്റേതെങ്കിലും സെഷൻ നമുക്ക് കേൾക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം, അതേ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു സ്ത്രീയോട്, ഒരു സഹോദരിയോട് കർത്താവിത ഒരു എൻകൗണ്ടർ നൽകിയാണ്. ഉയർപ്പിന് ശേഷം, ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു സ്ത്രീയോട് ദൈവം സ്തോത്രം എൻകൗണ്ടർ നൽകിയാണ്. കഴിഞ്ഞ 5 ആഴ്ചകളിൽ നാം കേട്ടു യേശു കർത്താവിൻ്റെ വംശാവലിയിലുള്ളതായ 5 സ്ത്രീകൾ. ഇന്നും സ്ത്രീയെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബ്രദർ സുരേഷ് ബാബു ഫെമിനിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവനല്ല. കാരണം അങ്ങനെയൊരു ടേം തിരുവചനത്തിൽ ഇല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 28, അപ്പോസ്തല പ്രവൃത്തി 2:17, യോവേൽ 2:28, യോവേൽ 2:28, അപ്പോസ്തല പ്രവൃത്തി 2:17, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും, പിന്നെ നിങ്ങളുടെ അടുത്ത ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും, സ്തോത്രം, അതെ, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും, നിങ്ങളുടെ പുത്രന്മാരുടെ മേലും നിങ്ങളുടെ പുത്രിമാരുടെ മേലും. അതിനർത്ഥം മനസ്സിലാക്കണമേ, ദൈവത്തിന് ആണെന്നും പെണ്ണെന്നുമില്ല. കമോൺ, എല്ലാ ദൈവത്തിൻ്റെ പുത്രിമാർ ഇന്ന് പകൽക്കാലം സ്തോത്രം പറയുമെങ്കിൽ ഒരു ദൂത് പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുന്നവനാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നവനാണ്. ദൈവരാജ്യത്തിൽ നിങ്ങൾ ആരും സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ അല്ല. ഓ ഹല്ലേലൂയ, സ്തോത്രം. സോ ദൈവമായ കർത്താവ്, അതെ, ഒരു സ്ത്രീക്ക് ഇതാ ഉയർപ്പിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു ഒരു സ്ത്രീക്ക് പ്രത്യക്ഷനാകുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ആരോ വാടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ആരോ മിണ്ടാതായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു.
പക്ഷേ എൻ്റെ കർത്താവ് ഇടുങ്ങിയ മനസ്സുള്ളവനല്ല. കർത്താവ് സ്തോത്രം, അവൻ്റെ ഹൃദയം വിശാലമായതുകൊണ്ട് യേശു കർത്താവ് അതികായകനായ അപ്പോസ്തലനായ പത്രോസിനെ മുൻപല്ല പ്രത്യക്ഷനായത്. അല്ലെങ്കിൽ മത്തായിയുടെ മുൻപിലോ സീനിയോറിറ്റി അനുസരിച്ച് ആണെങ്കിൽ അന്ത്രയോസിൻ്റെ മുൻപിലോ അല്ല യേശു കർത്താവ് പ്രത്യക്ഷനായത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, സഭയിൽ സീനിയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. കാരണം എൻ്റെ കർത്താവ് തന്നെ പറഞ്ഞു, മുൻപന്മാർ പിൻപന്മാരാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഉഴപ്പിപ്പോയാൽ മുൻപന്മാർ പിൻപന്മാരാകും. ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്നത്? നോ 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 നോ, ഇത് PSC അല്ല, ഇത് ദൈവസഭയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ PSCയിലാണ് സീനിയോറിറ്റി നോക്കുന്നത്. ഇൻ ജീസസ് നെയിം ഞാൻ നിങ്ങളെ വാൺ ചെയ്യട്ടെ. നമുക്ക് ശേഷം സ്നാനപ്പെട്ടവർ, നമുക്ക് ശേഷം വിശ്വാസത്തിൽ വന്നവർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ശക്തന്മാരായ ഉണർവിൻ്റെ വക്താക്കളായി ദൈവകൃപയാൽ എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകലും ചർച്ചിൽ വന്നിട്ടില്ലാത്ത പലർ വലിയ കാട്ടുതീ പോലെ ദൈവകൃപയാൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. സോ സീനിയോറിറ്റി അനുസരിച്ച് 12 അപ്പോസ്തലന്മാർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ 12 അപ്പോസ്തലന്മാർക്കോ അല്ലെങ്കിൽ ഉന്നതന്മാർക്കോ അല്ല ഉയർപ്പിന് ശേഷം കർത്താവ് പ്രത്യക്ഷനായത്. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ 3 ദിവസം കഴിഞ്ഞ് ഉയർക്കുമ്പോൾ നേരെ പോകുന്നത് കയ്യഫാവിൻ്റെ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലായിരിക്കും. എന്നിട്ട് പ്രതികാര ചിന്തയോടെ കയ്യഫാവിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പീലാത്തോസിൻ്റെ മുമ്പിൽ മാറി മാറി നിന്നിട്ട് പറയടാ, നീ എന്നെ തല്ലിക്കൊന്നല്ലേ, നീ എന്നെ തല്ലിക്കൊന്ന അകത്ത് വെച്ചു കണ്ടാടാ ഞാൻ എഴുന്നേറ്റ് വന്നത് എന്ന് യേശു കർത്താവ് പറഞ്ഞില്ല. കാരണം അവൻ മത്സരത്തിൻ്റെ ദൈവമല്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് സ്തോത്രം കയ്യഫാവിൻ്റെ കൊട്ടാരത്തിലും പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലും ഒന്നും പോയില്ല. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ചില പ്രാസംഗികരായിരുന്നെങ്കിൽ ആ ഹോസന്ന പാടിയ ജനമുണ്ടല്ലോ, ഹോസന്ന പാടിയ കഴിഞ്ഞ ഞായറാഴ്ച 4 ദിവസം മുമ്പ് ഹോസന്ന പാടിയപ്പോൾ കഴുതപ്പുറത്തിട്ട് ഭയങ്കര ജനമായിരുന്നു. അതുപോലെ വലിയൊരു ജനക്കൂട്ടത്തെ അതെ ക്രമീകരിപ്പാൻ ഒരു ദൂതനെ യെരുശലേമിൻ്റെ അകത്തും പുറത്തും ഇങ്ങനെ പറത്തി ദൂതൻ ഇങ്ങനെ വിളിച്ചു പറയിപ്പിക്കുമായിരുന്നു, ദൂതനെ കൊണ്ട് പറയിപ്പിക്കുമായിരുന്നു. ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ മിണ്ടതില്ല. ഒരു ഈവൻ്റ് മാനേജ്മെൻറ്റ് മെൻറ്റാലിറ്റിയിൽ യേശു റിസറക്ഷൻ ഒരു വലിയ ഒരു സംഭവമാക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദൂതൻ സ്തോത്രം ഞായറാഴ്ചയ്ക്ക് തലേ ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ദൂതൻ ഇങ്ങനെ നടന്ന് മന്യമഹാജനങ്ങളെ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറക്കരികിൽ നിങ്ങൾ കുടുംബമായി എല്ലാവരും സ്നേഹിതരോടൊപ്പം കൂടി വരുവാൻ വേണ്ടി അതെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കാരണം അവൻ അന്ന് ജനിച്ചപ്പോൾ ഒരു ദൂതൻ പാടി ഇപ്പോൾ പറയുകയാണ്, ജനിച്ചപ്പോൾ പാടി ഉയർക്കുമ്പോൾ പറയുന്നു, ജനിച്ചപ്പോൾ പാടി ഉയർക്കുമ്പോൾ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു ഓളം ഉണ്ടാക്കണ്ടേ, നമുക്കും അറിയണ്ടേ കുറച്ച് പേരുണ്ടെന്ന് എന്ന് ചിലർ പറയുന്ന പോലെ യേശു കർത്താവ് ദൂതനെ അയച്ച് ജനക്കൂട്ടത്തിലൊക്കെ ആ കല്ലറയുടെ മുൻപിൽ കൂട്ടി സ്തോത്രം അത് നാട്ടുകാരുടെ മുമ്പിൽ ഗോഡ് ഓഫ് ഓണർ സ്വീകരിച്ച് തലക്കനത്തോടെ നോ 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 അതൊന്നും കർത്താവ് ചെയ്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആള് കളിക്കുന്നവനല്ല യേശു. അതുകൊണ്ട് ഈ തലമുറയിൽ ആള് കളിക്കാതെ എത്രത്തോളം മഹത്വത്തിൽ മറിയുമോ അത്രത്തോളം നമുക്ക് സേഫ്റ്റിയാണ്. അല്ലാതെ ആള് കളിക്കുന്നവനല്ല യേശു, മറ്റുള്ളവരെ ഒതുക്കുന്നതല്ല യേശു, മറ്റുള്ളവനെ തകർക്കുന്നവനല്ല യേശു. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ മുൻപിൽ, അധികാരികളുടെ മുൻപിൽ ഒന്നും പ്രത്യക്ഷനാകാതെ ഈ ലേഡിയുടെ മുൻപിലാണ് പ്രത്യക്ഷനായത്. അവളെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം യേശു കർത്താവ് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. യേശുവിനെ ഇന്നലെ അവൻ കണ്ടു, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, നാളെ കാണുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, നാളെ കാണാൻ വേണ്ടി പോകുന്നു. സോ സഭായുഗത്തിൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് ഈ ലേഡിയെ സംബന്ധിച്ച് അറിയുന്നതെന്ന് യേശുവിനെ വളരെ നന്നായി അറിയാം. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ശിഷ്യന്മാരുടെ ലവ് ലിസ്റ്റ് നോക്കിയാൽ, ശിഷ്യന്മാരുടെ ലവ് ലിസ്റ്റ്, ശിഷ്യന്മാരുടെ സ്നേഹത്തിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ സ്തോത്രം അതെ ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിച്ച ലവ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചവളായിരുന്നു മഗ്ദലക്കാരത്തി മറിയ. പക്ഷേ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ചവർ മഗ്ദലക്കാരത്തി മറിയെങ്കിലും ചർച്ച അവളെ തിരിച്ചറിഞ്ഞില്ല.
ഒരിക്കൽ കൂടെ ചർച്ച് അവളെ തിരിച്ചറിഞ്ഞില്ല. ഈ ഹാളിലും ഏറ്റവും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന അപ്പച്ചന്മാരുണ്ടായിരിക്കും, അങ്കിൾമാരുണ്ടായിരിക്കും, സഹോദരന്മാരുണ്ടായിരിക്കും, സഹോദരിമാരുണ്ടായിരിക്കും. ഏറ്റവും വലിയ കാര്യം, മനുഷ്യൻ നിന്നെ തിരിച്ചറിയത്തില്ല. പക്ഷേ എൽറോയ് കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മഗ്ദലക്കാരത്തി മറിയാണ് യോഹന്നാനേക്കാൾ, പത്രോസിനേക്കാൾ, ഈവൻ പൗലോസിനേക്കാൾ ഏറ്റവും കൂടുതൽ യേശുവിനെ സ്നേഹിച്ച ഒരു ശിഷ്യ എന്ന് സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയാം. പക്ഷേ സ്തോത്രം, സഭാ ചരിത്രം ഞാൻ പറയട്ടെ, സഭാ ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ സഭ ഇവളെ തെറ്റിദ്ധരിച്ചു. നിങ്ങളെ തെറ്റിദ്ധരിച്ച പോലെ, എന്നെ തെറ്റിദ്ധരിച്ച പോലെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഭ ഇന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ തെറ്റിദ്ധാരണയുടെ ജനത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകം പലപ്പോഴും തെറ്റിദ്ധാരണ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവുള്ള നീയും ഞാനും തെറ്റിദ്ധാരണയിലല്ല ജീവിക്കേണ്ടത്, പകരം ദൈവിക വെളിപ്പാടിലാണ് ജീവിക്കേണ്ടത്. തെറ്റിദ്ധാരണ ഇരുട്ടാണ്, വെളിപ്പാട് വെളിച്ചമാണ്. എല്ലാ വെളിച്ചത്തിൻ്റെ മക്കളും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. AD 596 ഗ്രിഗറി ഒന്നാമൻ എന്നു പേരുള്ളതായ ഒരു പോപ്പുണ്ടായിരുന്നു. ഗ്രിഗറി ഒന്നാമൻ 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 596 ഗ്രിഗറി ഒന്നാമൻ ഒരു പ്രസംഗം സ്തോത്രം ചെയ്തു. വളരെ ശ്രദ്ധിക്കണം. ആത്മീയ നേതൃത്വം, സ്പിരിച്വൽ ലീഡർഷിപ്പിൽ നിന്ന് പോപ്പാണല്ലോ സഭയുടെ ടോപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. അന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായി വേർതിരിക്കപ്പെട്ടിട്ടില്ല. അന്ന് 6-ാം നൂറ്റാണ്ടിൽ സഭയുടെ നേതൃത്വമാകുന്ന ഗ്രിഗറി ഒന്നാമൻ ഒരു പ്രസംഗം പറഞ്ഞു. ആ പ്രസംഗം ഭയങ്കരമായി സഭയെ സ്വാധീനിച്ചു. കേൾക്കണം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനേക്കാൾ ഞാൻ പറയുന്നത് സഭയെ സ്വാധീനിക്കും. അതുകൊണ്ട് സ്തോത്രം, അതെ, സ്പിരിച്വൽ ലീഡർഷിപ്പ് എന്ത് പറയുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. കാനമച്ചൻ എന്ന് പേരുള്ള ഒരു ദേവദാസനുണ്ടായിരുന്നു. എത്ര പേർ കേട്ടിട്ടുണ്ട് കാനമച്ചൻ? യെസ്, ജോർജ് അങ്കിൾ ഉൾപ്പെടെയുള്ളവർ കേട്ടിട്ടുണ്ട്. കാനമച്ചൻ പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ഒഴുക്കിൽ വിഷം വീഴുന്നതിനേക്കാൾ അപകടമാണ് ഉറവയിൽ വിഷം വീഴുന്നത്. ഒരിക്കൽ കൂടെ, ഒഴുക്കിൽ വിഷം വീഴുന്നതിനേക്കാൾ അപകടമാണ് ഉറവയിൽ വിഷം വീഴുന്നത്. ഒഴുക്കിൽ വീണാൽ 2-3 പേർക്ക് നാശമുണ്ടാക്കും, അത് ഒഴുകിപ്പോയി. പക്ഷെ ഉറവയിൽ വീണാൽ അത് എല്ലാവരെയും നശിപ്പിക്കും. 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഗ്രിഗറി ഒന്നാമൻ പറഞ്ഞു, സ്തോത്രം, മേരി മഗ്ദലക്കാരത്തി മറിയ ഇവൾ ആരെന്നറിയോ? യോഹന്നാൻ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ മറ്റേ കല്ലെറിയുവാൻ വേണ്ടി ജനം ആഗ്രഹിച്ച പട്ടണത്തിൽ പാപിയായ സ്ത്രീ, പട്ടണത്തിൽ പാപി, അത് മഗ്ദലക്കാരത്തി മറിയ. 2 അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, യേശു കർത്താവിൻ്റെ അടുക്കൽ ശിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വെൺകൽ ഭരണി കൊണ്ടുവന്ന് ആ വെൺകൽ ഭരണി ഉടച്ച് യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശിയവൾ, സ്തോത്രം, യവൾ. 3 അദ്ദേഹം പറഞ്ഞ അതിനേക്കാൾ മാരകമാണ്. മഗ്ദല എന്ന് പറയുന്ന ആ പട്ടണത്തിൽ നിന്ന് വേശ്യാവൃത്തിയിലാണ് ഇവൾ വിശ്വാസത്തിലേക്ക് വന്നത്. മഗ്ദലയിലെ വേശ്യ, 2 പട്ടണത്തിൽ പാപിയായ സ്ത്രീ, നമ്പർ 3 സ്തോത്രം, അതെ, വെൺകൽ ഭരണി ഉടച്ച് അതെ സ്വച്ഛ ജഡമാംസി തൈലം, സ്തോത്രം, ശിമോന്റെ വീട്ടിൽ വെച്ച് പൂശിയവളാണ് ഈ സ്ത്രീ. ഈ 3 വേദപുസ്തകം പറയുന്നേയില്ല. പക്ഷെ ഇത് 3 ഊഹാഭോഗമാണ്. എന്തൊരു ശാന്തതയെന്ന് നോക്കുക തിരുവനന്തപുരത്ത്. ഊഹാഭോഗമാണ് ഇത് 3. ഇതെല്ലാം ഊഹിച്ച് എടുത്തതാണ്. സ്തോത്രം, സഭയുടെ നേതൃത്വം ഊഹിച്ച് എടുത്തതാണ്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഊഹത്തിൽ ജീവിക്കുന്നുവോ, നിങ്ങൾ വചനത്തിൽ ജീവിക്കുന്നു? ഊഹങ്ങൾ പൊളിക്കുന്നു, ഊഹങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നു, ഊഹങ്ങൾ സഭകളെ മുരടിപ്പിക്കുന്നു. എന്നാൽ വെളിപ്പാട് ഇന്ന് പകലും സഭയെ മുന്നോട്ട് നയിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നിൽ നിന്നും നിന്റെ വീട്ടിൽ നിന്നും ഊഹങ്ങൾ പുറത്തു പോകട്ടെ. വീട്ടിലിരുന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതായിരിക്കും എന്ന് പറഞ്ഞ് ഊഹം പറയല്ലേ. ഊഹം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നെങ്കിൽ ഉടനെ ചോദിക്കണം, ചേച്ചി കണ്ട? നീ കണ്ടിട്ടാണോ പറയുന്നേ? നിനക്ക് വ്യക്തമായി അറിഞ്ഞിട്ടാണോ നീ പറയുന്നത്? ബി കെയർഫുൾ. കാരണം നീ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിന്റെ സന്നിധിയിൽ എണ്ണി നാണം കെട്ട കണക്ക് കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് ഊഹത്തിലല്ല ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, റെവലേഷൻ, വെളിപ്പാടിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു പെയിന്റിന്റെ പരസ്യമുണ്ട്, അവർ പറയും പൂപ്പലേ വിടാ പായലേ വിടാ എന്ന് പറയുന്ന പോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവുള്ള ജനം പറഞ്ഞാട്ടെ, ഊഹങ്ങളെ വിടാ. ഞങ്ങൾ ഊഹത്തിലല്ല ജീവിക്കുന്നത്. ഗ്രിഗറി ഒന്നാമൻ ഒരു ഊഹം പറഞ്ഞു, ഇവൾ മഗ്ദലേനയിലെ വേശ്യയാണ്, ഓ ഇവൾ പട്ടണത്തിൽ പാപിയായ സ്ത്രീയാണ്, ഇവള് സ്തോത്രം അതെ ജനം കല്ലെറുവാൻ വേണ്ടി നിന്നവളാണ്, ഓ എന്ന് ഊഹിച്ചു പറഞ്ഞ്. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ട് തുടങ്ങി മഗ്ദലക്കാരത്തി മറിയ സഭയിൽ സ്തോത്രം വേണ്ടാത്തവളായി തീർന്നു. നിങ്ങൾക്കറിയാമോ, 1400 വർഷം മഗ്ദലക്കാരത്തി മറിയെ ഒരു വല്ലാത്ത കണ്ണുകൊണ്ടാണ് സഭ നോക്കിയത്. 1400 വർഷം. ഞാൻ പറയുന്നത് ഈ വ്യക്തിത്വത്തിന്റെ സ്തോത്രം ചരിത്രമാണ്. 1400 വർഷം സഭ അവളെ തെറ്റിദ്ധരിച്ചു. സ്തോത്രം, തെറ്റിദ്ധരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നീ ജീവിക്കുന്നു. നീ ആരെന്ന് മനുഷ്യർക്കറിയത്തില്ല, നിന്റെ സമർപ്പണം എന്തെന്ന്, നീ എങ്ങനെ ദൈവത്തെ സേവിക്കുന്നെന്ന്, നീ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനുഷ്യനെ കാണാൻ കണ്ണില്ല. കാരണം മനുഷ്യൻ നോക്കുന്നത് മുഖമാണ്. ദൂതിതാണ്, അയ്യോ അവരെനിക്ക് വേണ്ടി കൈയടിച്ചില്ല, അവരെനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ല, അവരെന്നോട് കൂടെ നിന്നില്ല. പരിഭവം പറയല്ല. കാരണം മനുഷ്യനല്ല നിന്നെ മാനിക്കേണ്ടത്, മനുഷ്യനല്ല നിന്നെ ഉയർത്തേണ്ടത്, മനുഷ്യനല്ല നിന്നെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവമാണ്. ബ്രദർ സുരേഷ് ബാബു ഇങ്ങനെ പറയും, ആക്ച്വൽ ഓഡിയൻസ് ഭൂമിയിലല്ല, എൻ്റെ ഓഡിയൻസ് ഭൂമിയിലല്ല, എൻ്റെ ഓഡിയൻസ് സ്വർഗമാണ്. ഹല്ലേലൂയ. ഡീഗോ മറഡോണയോ, മെസ്സിയോ, പിന്നെ ആരുണ്ട്, സ്തോത്രം റൊണാൾഡോയോ, ഫുട്ബോള് കളിക്കുന്ന സമയത്ത് ഫുട്ബോള് കളിക്കുമ്പോൾ സ്തോത്രം ആരൊക്കെ കുത്തി വീഴ്ത്തി, ആരൊക്കെ തടുക്കാൻ വരുന്നു, ആരൊക്കെ തടുക്കാനുണ്ട്, ആരൊക്കെ കുത്തി വീഴ്ത്താനുണ്ട്, ആരൊക്കെ ഗാലറിയിലിരുന്ന് കൈ അടിക്കുന്നുണ്ട്, ആരൊക്കെ കൈ അടിക്കുന്നില്ല, ഇതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം ഇതാണ്, ഗോൾ ഗോൾ ഗോൾ. ആരൊക്കെ നിന്നെ ഉയർത്തി, ആരൊക്കെ കൈയടിച്ചു, ആരൊക്കെ എൻ്റെ കൂടെയുണ്ട്, ആരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ നിഗളത്തെ ഇന്ന് പകൽക്കാലം എടുത്തു മാറ്റിയിട്ട് പറ, ഞാനല്ല വലിയവനാകേണ്ടത്, ഞാനോ കുറയട്ടെ, കർത്താവ് എന്നിൽ വളരട്ടെ. റോമാ പട്ടണത്തിൻ്റെ കുന്നിൽ നിന്ന് വള്ള ത്രേസ്യാമിയും കുര്യാക്കോസിനെയും ഉള്ള സ്തോത്രം അതെ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരെയും കുര്യാക്കോസിനെയും ഒക്കെ വിശുദ്ധനായി വാഴ്ത്തി. പക്ഷെ 1400 വർഷം എവളെ ആരും വാഴ്ത്തിയില്ല. ഞാൻ ഇന്നും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഗൂഗിളിൽ ഒരിക്കൽ കൂടെ റെക്കഗ്നൈസ് ചെയ്ത് നോക്കി. എന്നാണ് സ്തോത്രം എവളെ അത് വിശുദ്ധിയായി പ്രഖ്യാപിച്ച ഒരു പർട്ടിക്കുലർ ഡേ. നോ നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റത്തില്ല. ദർ ഇസ് നോ പർട്ടിക്കുലർ ഡേ. അവളെ വിശുദ്ധിയായി അംഗീകരിച്ചതായ ഒരു പ്രത്യേക ഡേ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ദൂതാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറണം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചിന്താഗതി മാറണം. അവരെ കൈയടിക്കണം, ഇവരെന്നെ പ്രോത്സാഹിപ്പിക്കണം. അയ്യോ എന്തൊരു ആൻറ്റി, എന്തൊരു ദൈവദാസി, എന്തൊരു ദൈവദാസൻ, അയ്യോ എന്തൊരു വിമൻസ് ഫെലോഷിപ്പ്, എന്തൊരു സൺഡേ സ്കൂള്, ഇതെല്ലാം ഓർക്കുമ്പോൾ കുളിരുണ്ടാകുന്നത്. നോ, ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തൊരു കീബോർഡായിരുന്നു. വെബ് സ്ട്രീം ആരംഭിച്ചപ്പോഴേ ആ കീബോർഡിൻ്റെ താളം, അതിൻ്റെ നോട്ട് പോയപ്പോഴേ ഞാൻ ഉള്ളിൽ പറഞ്ഞു, ബോവസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്ത് നല്ല കീബോർഡ്, എന്ത് നല്ല സങ്കീർത്തനം. അയ്യോ ആ ചെറുക്കൻ എത്ര രസമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. അടുത്ത് വന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാമെന്ന ഉണ്ട മനുഷ്യൻ പറഞ്ഞപ്പോൾ എന്ത് നല്ല മഹത്വം. ഓ കമോൺ, ആരാ ജേസന ഉണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ, കമോൺ, എന്ത് നല്ല മഹത്വം, എന്ത് നല്ല മഹത്വം. കേൾക്കണേ. പക്ഷേ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്, നിനക്ക് വേണ്ടി കൈയടിക്കുന്നത്, നീ കൊള്ളാമെന്ന് പറയുന്നത്, നിന്നെ മാനിക്കുന്നത്, എൻ്റെ മാന്യത ഏതോ അച്ചാച്ചൻ്റെ നിന്നും അമ്മാമിയിൽ നിന്നല്ല എന്നെ മാന്യത വരുന്നത്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞതായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ പാട്ട് കൂടെ പാടുന്നത് നല്ലതാണ്. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നാഥനു മുൾമുടി നൽകിയ
ലോകമേ പറയ് ഓ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. ദൈവം നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? ദൈവം നിന്റെ പ്രാർത്ഥനയെക്കുറിച്ച്, നിന്റെ ജീവിതത്തെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവമാണ് നിന്നെ മാനിക്കുന്നത്, ദൈവമാണ് മാർഗിടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല തുടങ്ങി യെരുശലേം വരെ ഓടി നടന്നവള്. പക്ഷെ അവളെ സഭ അംഗീകരിച്ചില്ല. ലവ് ലിസ്റ്റിൽ നമ്പർ 1 മദ്ദലക്കാരത്തി മറിയാണ്. പക്ഷെ ചർച്ച അവൾ അംഗീകരിച്ചില്ല. ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ചിലർക്ക്. സഹോദരന്മാർ ആയിരക്കണക്കിന് മണിക്കൂറുകളാണ് അതിനു വേണ്ടി സോ ഫാർ സ്പെൻഡ് ചെയ്തത്. പ്ലാറ്റ്ഫോം എങ്ങനെയിരിക്കും, അടിസ്ഥാനം എങ്ങനെയിരിക്കും, എവിടെ ലൈറ്റ് വരണം, എങ്ങനെ പാർക്കിംഗ് ക്രമീകരിക്കും, ചിന്തിക്കുകയാണ്. നമ്മളെല്ലാം ശതാബ്ദി എക്സ്പ്രസ് പോലെ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം മാറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, സ്തോത്രം. അതേ, ഉറക്കം മാറ്റി വെച്ച് വർക്ക് ചെയ്യുന്നവർ. പക്ഷെ നിന്നെ മാനിക്കുന്ന, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യനല്ല നിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, നിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കർത്താവാണ്. സോ അതുകൊണ്ടാണ് വേറെ പല മാന്യന്മാർ, ഉന്നതന്മാർ അവിടെ ഉണ്ടായിരുന്നിട്ട് എൻകൗണ്ടർ, ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മുഖാമുഖം ഈ പെൺകുട്ടിക്ക് കർത്താവ് നൽകിയത്. മേ ബി ഇത് ധ്യാനിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്തോത്രം ചിന്തിച്ചു, യേശു ഒരു പക്ഷേ തന്നിൽ തന്നെ പറഞ്ഞു കാണും, സ്തോത്രം, മറിയേ മദ്ദലക്കാരത്തി മറിയേ. 6 മറിയമാർ പുതിയ നിയമത്തിലുണ്ട്. 6 മറിയമാർ, വേറെ 5 മറിയമാർ ചെയ്യാത്തത് മറിയേ നീ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ, വേറെ 5 മറിയമാർ ചെയ്യാത്തത് നീ എനിക്ക് വേണ്ടി ചെയ്തു. പക്ഷെ എന്നിട്ടും അത് കാണാൻ എൻ്റെ സഭയ്ക്ക് കണ്ണ് ഇല്ലാതെ പോകുകയാണ്. അവർ നിന്നെ മാനിക്കത്തില്ല, അവൻ നിന്നെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. പക്ഷേ ആ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് ഞാൻ ഇറങ്ങിയ ഉടനെ ഉണ്ടല്ലോ, ആദ്യം ഞാൻ പ്രത്യക്ഷനാകുന്നത് നിനക്ക് വേണ്ടിയായിരിക്കും. ഇന്ന് പകൽക്കാലം നിന്റെ ഫ്യൂച്ചർ കണ്ടിട്ട്, നിന്റെ ഭാവി കണ്ടിട്ട്, നിന്റെ ഇന്നലെയും നിന്റെ ഭാവിയും കണ്ടിട്ട് ഇന്ന് ദൈവം പറയുന്നു, ഞാൻ നിന്നെ മാനിച്ചിരിക്കും. ആര് ഇന്നലകൾ നിന്നെ മാനിച്ചില്ലെങ്കിലും, ആര് നാളെ നിന്നെ മാനിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്നെ മാനിക്കുക. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവൾക്കൊരു അഭിമുഖം നൽകിയത്. സോ അവളിലേക്ക് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് കർത്താവ് സ്തോത്രം അവൾക്ക് അഭിമുഖമായി നൽകിയത്. ഷീ ഈസ് ഫ്രം ദ പ്ലേസ് കോൾഡ് മഗ്ദല. മഗ്ദല എന്ന സ്ഥലത്ത് നിന്നാണ് അവൾ വന്നത്. നിങ്ങൾക്കറിയാം, സ്തോത്രം, മഗ്ദല എന്ന ആ സ്ഥലം ഇറ്റ് വാസ് എ ബിസിനസ് സെൻറ്റർ. അതൊരു സ്തോത്രം കച്ചവട കേന്ദ്രമായിരുന്നു. ഇന്ന് നിങ്ങൾ ഗലീല നാട് വഴി ഈ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ബസ്സിൽ സ്തോത്രം നിങ്ങൾ കഫർനഹൂമിലേക്ക് പോകുമ്പോൾ അതേ അവിടുത്തെ ഗൈഡ് മൈക്കെടുത്ത് ആ ബസ്സിൻ്റെ മുൻപിൽ നിന്ന് മൈക്കെടുത്തിട്ട് ഗൈഡ് ഇങ്ങനെ പറയും, വലതുവശത്ത് കാണുന്നതാണ് മഗ്ദല. വീണ്ടും നിങ്ങൾ ഗോലൻ ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ആ ഗോലൻ ഹൈറ്റ്സിൽ ആ ഗലീല കടലിൻ്റെ വലതുവശത്ത് സ്തോത്രം വലത്തേക്ക് നോക്കിയിട്ട് ഈ പ്രകാരം വീണ്ടും ഗൈഡ് പറയും, അങ്ങ് ദൂരെ കാണുന്നതാണ് മഗ്ദല. വീണ്ടും നിങ്ങൾ തിബരിയാസിലേക്ക് മടങ്ങി വരുമ്പോൾ ബസ് തിരിച്ചു വരികയാണ്. ആ ഗൈഡ് വീണ്ടും പറയും, ഇടതുവശത്ത് നിങ്ങൾ കാണുന്നതായ ശൂന്യ അവശിഷ്ടങ്ങളുണ്ടല്ലോ, അതാണ് മഗ്ദല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല കടലിൻ്റെ കരയിൽ അത് വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു. നല്ല കഠിനാധ്വാനികളും നല്ല ധനവാന്മാരും നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു മഗ്ദല. നിങ്ങൾ മിണ്ടുന്നില്ല. ധനവാന്മാരായി തീർന്നത് അവർ കയ്യും കെട്ടി പകൽ മുഴുവൻ കിടന്നുറങ്ങിയത് കൊണ്ടല്ല, അവർ അധ്വാനിച്ചത് കൊണ്ടാണ്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് അധ്വാനത്തിൻ്റെ സ്തോത്രം കരങ്ങളാകട്ടെ. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ സഹോദരിക്ക് കർത്താവ് പ്രത്യക്ഷനായത്? സ്തോത്രം. അതിൻ്റെ കാരണങ്ങൾ, ഷീസ് ഫ്രം മഗ്ദല, അവൻ മഗ്ദലയിൽ നിന്ന് ഉള്ളവൾ ആയിരുന്നു. മാത്രമല്ല, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ വായിക്കുന്നതായ സമയത്ത്, സ്തോത്രം, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്ന സമയത്ത് വിടുവിക്കപ്പെട്ടതായ ഈ സഹോദരി സ്തോത്രം അതെ ആ വിടുവിക്കപ്പെട്ടവളായിരുന്നു അവളെന്ന് വേദപുസ്തകം പറയുന്നു. കാരണം എന്ത്? അവൾക്ക് 7 ഭൂതങ്ങൾ ഈ മദ്ദലക്കാരത്തി മറിയയ്ക്ക് ഉണ്ടായിരുന്നു. 7 ഭൂതങ്ങൾ അവൾക്ക് സ്തോത്രം മദ്ദലക്കാരത്തി മറിയയ്ക്ക് ഉണ്ടായിരുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. യേശു കർത്താവ് അവളെ കണ്ട ഉടനെ 1, 2, 3, 4, 7 പോരാട്ടം നിനക്കുണ്ട് എന്ന്
പറയുകയല്ല ചെയ്തത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് സഹോദരി സഹോദരന്മാരെ പോരാട്ടം എണ്ണാൻ വേണ്ടിയല്ല, പോരാട്ടം കാണാൻ വേണ്ടിയല്ല. ചിലർ പറയും ആ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പോരാട്ടം ഫീൽ ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പോരാട്ടം എൻ്റെ മേൽ കയറി. ചിലർ പറയും അവിടെ ചെന്നപ്പോൾ സ്തോത്രം ഭയങ്കര നോ 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 സ്തോത്രം അതേ തിരിച്ചടി പുസ്തകമല്ല വേദപുസ്തകം. യേശു കർത്താവ് സ്തോത്രം അതേ പോരാട്ടം കാണാനല്ല ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടത്, നിന്നെ പറഞ്ഞു വിടുന്നത്. കർത്താവ് പോരാട്ടത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ വിടിവിപ്പാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത്. കാരണം യേശു ഈ ലോകത്തിൽ വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1 യോഹന്നാൻ 3:8 പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സ്തോത്രം. യേശു കർത്താവ് അതെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ കർത്താവ്. അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നവനാണ്. യെശയ്യാപ്രവചനം 61 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 4 വാക്യമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു മിശിഹായുടെ 9 അതേ ശുശ്രൂഷ പ്രവർത്തികളെ കുറിച്ച് കാണുന്നു. അതിലൊന്നാണ് സെറ്റിംഗ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. അവൻ ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുന്നവനാണ്. ഇന്ന് പകൽക്കാലം മന്ത്രവാദത്താൽ ആരെയും ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, പൈശാചികമായ പോരാട്ടം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് യഹൂദാ ഗോത്രത്തിലെ സിംഹം നിന്നെ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവ് നിന്നെ മാനസിക രോഗത്തിൽ നിന്ന് വിടുവിക്കും, ഡിപ്രഷനിൽ നിന്ന് യേശു വിടുവിക്കും, പൈശാചിക പോരുകളിൽ നിന്ന് വിടുവിക്കും, പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് വിടുവിക്കും. അനുഭവിക്കുന്നവർ 2 കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ മാർഗം വിടുതലിൻ്റെ മാർഗമാണ്. സുവിശേഷം വിടുതലിൻ്റെ സ്തോത്രം അതേ ശക്തിയുള്ളതാണ്. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 7 ഭൂതങ്ങളിൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നു അവൾ. പക്ഷേ സ്തോത്രം അവളെ കർത്താവ് വിടുവിച്ചു. ഒരു എൻകൗണ്ടർ നിനക്കുണ്ടായാൽ നിശ്ചയമായി അതിൽ വെളിപ്പെടുന്നതായൊരു വിടുതലുണ്ട്. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറ, കെട്ടുകൾ അഴിയും. പറഞ്ഞാട്ടെ, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ മുൻപിൽ ഒരു എൻകൗണ്ടർ, കർത്താവുമായി നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടായാൽ നിശ്ചയമായി നിനക്കൊരു വിടുതൽ ഉണ്ടാകും. നമ്പർ 3, മൂന്നാമത് മഗ്ദലക്കാരത്തി മറിയയുടെ 3ാമത്തെ പ്രത്യേകത അതേ വാക്യം തന്നെ. ലൂക്കോസ് സുവിശേഷം 8:2 നിങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം അവനോടുകൂടെ 12 പേരും അവൻ ദുരാത്മാക്കളെ വ്യാധികളെ നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. 3ാം വാക്യം. അടുത്ത വാക്യം സ്തോത്രം ഹെരോദാവിൻ്റെ കാര്യവിചാരികയായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 3, മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, അവരുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അവരുടെ വസ്തുവക കൊണ്ട് ശുശ്രൂഷ ചെയ്തു പോന്നു. വിച്ച് മിനിസ്റ്റർ ആൻഡ് ഹിം ഓഫ് ദെയർ സബ്സ്റ്റൻസ്. അവിടെ സബ്സ്റ്റൻസ്, അവിടെ പണം കൊണ്ട്, അവിടെ ധനം കൊണ്ട് യേശു കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. അതിനർത്ഥം സ്തോത്രം എനിക്ക് പറയാനുള്ളത്, അവൾക്ക് കർത്താവ് എൻകൗണ്ടർ നൽകിയത്, കർത്താവൾക്ക് പ്രത്യക്ഷനായത് വേറെ ആർക്കും ഇല്ലാത്തതായ ആ മുഖാമുഖം കർത്താവ് അവൾക്ക് നൽകിയത്. അവൾ വില കൊടുത്ത് യേശുവിന് വേണ്ടി നിന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞോളാം, മഗ്ദല എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വന്നവളാണ്. സോ മിക്കവാറും തിയോളജിയന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ നല്ലൊരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആയിരുന്നു. അവൾ നല്ലൊരു സക്സസ്ഫുൾ അധ്വാനിയായ ഒരു സഹോദരിയായിരുന്നു. സ്തോത്രം. അവളുടെ കൂട്ടുകാരെ നോക്ക്. അതേ ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന. ദാറ്റ് മീൻസ് ഹെരോദാവ് റോയൽ ഫാമിലിയാണ്, രാജകൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്. അവളുടെ കൂടിയാണ് ഇവളും പോകുന്നത്. സോ ഇവൾ സ്തോത്രം തരം താണതായ ഒരു വ്യക്തിയല്ല. കാരണം ഒരേ തൂവൽ പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കുവാൻ കഴിയത്തുള്ളൂ. ഒരേ തൂവൽ പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും ചിന്തിക്കല്ല അവരെ ഭിക്ഷക്കാരിയാണ്, ഒന്നുമില്ലാത്തവളാണ്. നോ 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 നോ. അവൾ അധ്വാനിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവൾക്ക് അധ്വാനിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട്, മിക്കവാറും അവൾ ഒരു ബിസിനസ് വുമൺ ആയിരുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായിരുന്നു. അവൾ യേശുവിൻ്റെ കൂടെ നടന്നു. യേശുവിനെ കൊണ്ടല്ല അവൾ ജീവിച്ചത്. പോയി യേശുവിനെ കൊണ്ടല്ല ജീവിച്ചത്, പകരം യേശുവിനെ വേണ്ടി കൊടുത്താണ് അവൾ ജീവിച്ചത്. ഈ പട്ടണത്തിൽ ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങൾ പറയട്ടെ, യെസ്, എൻ്റെ വിളി അതാണ്. ഞാൻ യേശുവിനെ കൊണ്ടല്ല ജീവിക്കേണ്ടത്. യൂദ യേശുവിനെ കൊണ്ട് ജീവിച്ചു, എന്നാൽ പൗലോസ് യേശുവിന് വേണ്ടി ജീവിച്ചു.
എത്ര പേർ ആമേൻ പറയാം? യഥാർത്ഥ ശിഷ്യനാണ് നീ എങ്കിൽ, യഥാർത്ഥ ശിഷ്യനെങ്കിൽ യേശുവിനെ കൊണ്ടല്ല ജീവിക്കേണ്ടത്, യേശുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. രണ്ടുപേരത്തോട്ട് പറഞ്ഞാട്ടെ, വില കൊടുത്ത് ജീവിക്കണം. പറഞ്ഞേ, വില കൊടുത്ത് ജീവിക്കണം. യേശുവിൽ നിന്ന് എടുത്തല്ല അവൾ ജീവിച്ചത്, പകരം തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി കൊടുത്താണ് ജീവിക്കുന്നത്. നല്ലൊരാമേൻ കേൾക്കട്ടെ. യേശുവിന് വേണ്ടി കൊടുത്താണ് ജീവിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്തോത്രം, അത് എന്താണ് നീ ദൈവത്തിന് വേണ്ടി കൊടുത്തത്? ആർക്കുമില്ലാത്ത ഒരു എൻകൗണ്ടർ അവളുടെ ജീവിതത്തിൽ നടന്നു. കാര്യം, ആരും കൊടുക്കാത്തത് അവൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു കാണും. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വില കൊടുത്ത് ആരാണോ നിൽക്കുന്നത് അവരുടെ മേലാണ് വേറെ ആരുടെ മേലില്ലാത്ത ദൈവത്തിൻ്റെ മഹത്വം ഇന്നും ഇറങ്ങി വസിക്കുന്നത്. ഹല്ലേലൂയ. വേറെ ആർക്കുമില്ലാത്തതായ ദൈവമഹത്വം ആരെങ്കിലും ചുമക്കുന്നു എങ്കിൽ അവരൊക്കെ കർത്താവിന് ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന് വേണ്ടി അവരെ വില കൊടുത്തതാണ്. കാനഡയുടെ ഒരു റോഡിലൂടെ ഒരു ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ സ്തോത്രം ഏർലി 20s, തൻ്റെ 20 വയസ്സ്, 19, 20, 21 വയസ്സിൽ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കാതൻ കുളമിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു, ഭയങ്കര ആത്മസാന്നിധ്യമാണ്. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ചെറിയ പ്രായത്തിൽ 20കളുടെ ഏർലി ടൈമിൽ താൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ ഉപയോഗിക്കണമേ. കാതൻ കുൾമിൻ്റെ മീറ്റിങ്ങിൽ ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കുന്നു. കാലുകൾ ഇറങ്ങി വരികയാണ്. ട്വിസ്റ്റഡ് ഹാൻഡ്, പടവലങ്ങ പോലെ വളഞ്ഞിരിക്കുന്ന കരങ്ങൾ നേരെയാകുകയാണ്. സ്തോത്രം, അടഞ്ഞ കണ്ണുകൾ, കൃഷ്ണമണി പോലും ഇല്ലാത്തവർ കൃഷ്ണമണി ഉണ്ടായി കാണുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾസ് നടക്കുകയാണ്. കഥ കേട്ടിരിക്കുക, ആമേൻ പറ. അത് സംഭവിക്കട്ടെ. വില കൊടുത്താൽ സംഭവിക്കും, വില കൊടുത്താൽ സംഭവിക്കും. ഈ യുവാവ് കണ്ണുകൾ നിറഞ്ഞൊരുക്കി ദൈവത്തിൻ്റെ സന്നിധി പറഞ്ഞു, എന്നെയും ഇതുപോലെ ഉപയോഗിക്കണമേ. പരിശുദ്ധാത്മാവ് കാറിലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ബെന്നി, ഞാൻ നിന്നെ ഉപയോഗിക്കാം, ഞാൻ നിന്നെ ഉപയോഗിക്കാം. നീ എന്നെ സ്നേഹിക്കുമോ? സ്നേഹിക്കാം. നിൻ്റെ കാറിനേക്കാൾ, യെസ്. നിൻ്റെ വീടിനേക്കാൾ, ഓക്കെ. നിൻ്റെ അപ്പനേക്കാൾ, വൈ നോട്ട്. നിൻ്റെ അമ്മയേക്കാൾ, ഓക്കെ, നല്ലത്. അങ്ങനെ ആദ്യം ചെറുതിൽ നിന്ന് കർത്താവ് ആരംഭിച്ചു. അവസാനം ഏറ്റവും മുകളിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിൻ്റെ ഗേൾ ഫ്രണ്ട് മിഷായേൽ. അയ്യോ കർത്താവ്, അത് മാത്രം തൊടല്ല, അത് മാത്രം തൊടല്ല. ഇന്ന് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട്? നിന്നെ ഏറ്റവും വിലയേറിയത് അവൻ്റെ സ്വാതകാശ പാത്രത്തിൽ ഇട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നൃത്തം ചെയ്ത് പറയണം, ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കുന്നു, ഞാൻ മാറ്റേണ്ടത് മാറ്റിയിരിക്കുന്നു, ഞാൻ നീക്കേണ്ടത് നീക്കിയിരിക്കുന്നു. അതേ മദ്ദലക്കാരത്തി എടുത്തല്ല ജീവിച്ചത്. സ്തോത്രം, തൻ്റെ ജീവിതത്തിൽ വിടേണ്ടത് വിട്ട്, അല്ലെങ്കിൽ കൊടുക്കേണ്ടത് കൊടുത്ത് ജീവിച്ചത് കൊണ്ട് സ്വർഗം തുറന്ന കർത്താവ് സ്തോത്രം അവളുടെ അടുക്കൽ ഇറങ്ങി വന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവള് യേശുവിനെ പിന്നാലെ പുറപ്പെട്ടു. തിരുവചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 19 അധ്യായം സ്തോത്രം 25 വാക്യം. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 25 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഓ കമാൺ, ഹല്ലേലൂയ. നോക്ക്, ബൈ ദ ക്രോസ്, ഒരു ട്രാൻസ്ലേഷൻ പറയുന്നു ബൈ ദ ക്രോസ്, ദാറ്റ് മീൻസ് ക്രൂശിനരികിൽ അപൂർവം ചിലരെ നിന്നുള്ളൂ. സ്തോത്രം, അപൂർവം ചിലർ. കാരണം നഗ്നനായി തകർന്ന് ഷേപ്പ് നഷ്ടപ്പെട്ട് തകർന്ന് നുറുങ്ങിക്കിടക്കുകയാണ്. ഏറ്റവും ഇൻറ്റിമസി ഉള്ളവർ മാത്രമേ അവൻ്റെ ക്രൂസിന് അരികിൽ ചേർന്ന് നിൽക്കത്തുള്ളൂ. ബൈബിൾ പറയുന്നു, യോഹന്നാൻ 19:25 ശബ്ദം ഉയർത്തി എല്ലാവരും വായിച്ചോട്ടെ. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്ത അതേ സ്വരത്തിൽ ശബ്ദം ഉയർത്തി എല്ലാവരും വായിച്ചോട്ടെ. റെഡി, 1, 2, 3. യേശുവിൻ്റെ ക്രൂസിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഈ യാത്ര തുടങ്ങിയത് അങ്ങ് മഗ്ദലയിൽ വെച്ചാണ്. വിടുതലിൻ്റെ കർത്താവ് ഗ്രാമമായി ദേശമായി സഞ്ചരിക്കുമ്പോൾ മഗ്ദലയിൽ വന്ന് 7 ഭൂതത്തെ പുറത്താക്കി അവൾ യേശുവുമായി കണക്ട് ചെയ്ത് യേശുവിൻ്റെ പിന്നാലെ യാത്ര പുറപ്പെട്ടതാണ്. നേരത്തെ പാടിയതുപോലെ യേശുവിൻ പിൻപേ പോകാനുറച്ച്. വീട്ടുകാരുണ്ടോയെന്ന് നോക്കിയില്ല, പാരൻസിന് പെർമിഷൻ എടുത്തില്ല, എത്ര സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് നോക്കിയില്ല. അവൾ നോക്കിയത് ഞാനും എൻ്റെ കർത്താവ്. കമോൺ, അങ്ങനെയുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാനും എൻ്റെ കർത്താവ്. ബാക്കിയുള്ള എല്ലാറ്റിനും മാറ്റി നിർത്തി. അബ്രഹാം പറഞ്ഞതുപോലെ നിങ്ങളിവിടെ നിൽപ്പിൻ, ദാസന്മാരെ നിങ്ങളിവിടെ നിൽപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം പോയി ആരാധന കഴിച്ച ഞങ്ങൾ മടങ്ങി വരാം. എനിക്കും എൻ്റെ കർത്താവിൻ്റെ മധ്യത്തിൽ വേറെ ഒരുത്തനും വേറെ ഒരുവളും
കയറി നിൽപ്പാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൾ അന്ന് പുറപ്പെട്ടതാണ്, യാത്ര പുറപ്പെട്ടതാ, യേശുവിൻ്റെ പിന്നാലെ പോകുക. കമോൺ, ഈ പട്ടണത്തിൽ ഇന്നും വേറെ ഒന്നുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും ഏതുമില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകും. യേശുവിൻ്റെ പിന്നാലെ പോകും. യേശുവിൻ്റെ പിന്നാലെ പോകും. സോ പ്രൗഡ് ഓഫ് യു, സോ പ്രൗഡ് ഓഫ് യു. യേശു കർത്താവിൻ്റെ പിന്നാലെ ഞാൻ പോകും. എന്ത് സംഭവിച്ചാലും, ചത്താലും ശരി, ജീവിച്ചാലും ശരി. സ്തോത്രം. അപമാനമായിരിക്കാം, ലജ്ജയായിരിക്കാം, തകർച്ചയായിരിക്കാം, പക്ഷേ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകും. പക്ഷേ ചെന്ന് 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 അവസാനം നിന്നത് ബൈ ദ ക്രോസ്, ക്രൂശിൻ്റെ അരികിലാണ് അവൾ ചെന്ന് നിന്നത്. സ്തോത്രം. ക്രൂശിൻ്റെ പോരാളിയായി, സ്തോത്രം, യേശു കർത്താവിനെ ആ തകർച്ചയുടെ നടുവിലും യേശുവിൻ്റെ അരികിൽ നിന്ന്. ചില നല്ല കാലത്ത് മാത്രമേ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കത്തുള്ളൂ, പക്ഷേ അവൾ അങ്ങനെയല്ല. സ്തോത്രം. അതെ, ക്രൂശിൻ്റെ സമയത്തും അത് യേശു കർത്താവിനോട് യേശുവിൻ്റെ ക്രൂശിന് അരികിൽ നിൽക്കുകയാണ്. ഹേ ഹേ ഹേ, ഒരു കാര്യം ചോദിക്കട്ടെ, ആ അപ്പം തിന്ന് ആ ശബ്ദമിട്ട ആൾക്കാരെന്തി? അപ്പം തിന്ന് വയറ് നിറഞ്ഞവരെന്തി? അവരെ കാണാനില്ല. ആ സൗഖ്യമായവരെന്തി? അവരെ കാണാനില്ല. അത്ഭുതങ്ങൾ കണ്ടവരെവിടെ? അത്ഭുതം പ്രാപിച്ചവരെവിടെ? അവരെ ആരെയും കാണുന്നില്ല. അത്ഭുതം കണ്ടവരും അത്ഭുതം അനുഭവിച്ചവരും അപ്പം തിന്നവരും ഇല്ല. പക്ഷേ എവിടെ പറയുന്നു? ഇല്ല, ഞാനിവിടെയുണ്ട്, ഞാൻ ഈ ക്രൂശിനരികിലുണ്ട്. ഓ, എന്ത് വന്നാലും ഞാൻ വന്നത് അപ്പത്തിനല്ല, ഞാൻ വന്നത് അത്ഭുതത്തിനല്ല. കമോൺ, സഭ പറയട്ടെ, ഞങ്ങൾ വന്നത് അനുഗ്രഹത്തിനല്ല, ഞങ്ങൾ വന്നത് അത്ഭുതത്തിനല്ല, ഞങ്ങൾ വന്നത് അങ്ങേ തേടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നത് അത്ഭുതത്തിനല്ല. അത്ഭുതമുണ്ട്, യെസ്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, അങ്ങ് ചെയ്തോ, നോ പ്രോബ്ലം. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം അത്ഭുതമല്ല, അനുഗ്രഹമല്ല, അങ്ങാണ് ഞങ്ങളുടെ ലക്ഷ്യം. So she was standing by the side of the cross. ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷേ അവസാനം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം കല്ലറയ്ക്കരികിൽ ആ തോട്ടത്തിൽ ആദ്യം ഓടിയെത്തിയത് എവളായിരുന്നു? ആദ്യം ഓടിയെത്തിയത് യോഹന്നാൻ സുവിശേഷം 20:1 അങ്ങനെ പറയുന്നു. ആ കല്ലറയിൽ, ആ ക്രൂശിൻ്റെ അടുത്ത് ചേർന്ന് നിന്നുള്ളത് തന്നെ യോഹന്നാൻ 20:1 പറയുന്നു. ആ കല്ലറയിൽ ആദ്യം എത്തിയത് മഗ്ദലക്കാരത്തി മറിയ. നോക്കിയ വായിച്ചേ, വാഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കൽ ചെന്ന് ആദ്യം കല്ലറയ്ക്കൽ എത്തിയവൾ. അപ്പോസ്തലന്മാരല്ല, അവന്മാരെല്ലാം നല്ല ഉറക്കുക. ഈ പ്രസംഗം നടക്കുമ്പോഴേ ഉറക്കുക, ചിലരെല്ലാം കൊട്ടുവായിടുന്നു. സ്തോത്രം. പക്ഷേ മഗ്ദലക്കാരത്തി മറിയ പോലെയുള്ളവർ പറയുന്നു, പറ പറ പറ, വീണ്ടും പറ, കുറച്ചുകൂടെ കേൾക്കട്ടെ. അവർ വാച്ച് മറന്നിരിക്കുകയാണ്. ഓ കമാൺ, അവർ പറയുന്നു, പറ, എൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. സ്തോത്രമാണ്. ആദ്യം കല്ലറയ്ക്കൽ എത്തി. ഞാൻ അവളെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കും, ചേച്ചി അല്ലെങ്കിൽ സഹോദരി, സ്തോത്രം, മഗ്ദലക്കാരത്തി മറിയെ, നീ എന്താ ആദ്യം കല്ലറയ്ക്കൽ എത്തിയത്? അവൾ പറയും, സ്നേഹത്തിൻ്റെ ഹൃദയമുണ്ടെങ്കിൽ കാലിൻ്റെ വേഗത കൂടുതലായിരിക്കും. കേട്ടില്ല? സ്നേഹമുള്ള ഹൃദയമെങ്കിൽ കാലിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ കാലിൻ്റെ വേഗത കൂടുതലായിരിക്കും. 10:15 ശേഷം മീറ്റിങ്ങിന് വന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കമോൺ, സ്നേഹം ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ കാലിൻ്റെ വേഗത കൂടുതലായിരിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് ആ കല്ലറയ്ക്കൽ, സ്തോത്രം, ആദ്യം എത്തിയത് അവളായിരുന്നു. മാത്രമല്ല, കല്ലറയിൽ അവൾ എത്തിയപ്പോൾ മഗ്ദലക്കാരി ഇരുത്തുള്ളപ്പോൾ തന്നെ കല്ലറ വന്നു. കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കല്ലറ വാതിക്കൽ നിന്ന് കല്ലറ നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമ്മളാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ അപ്പം ആശീർവാദം പറഞ്ഞേനെ. കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങി. അത്ഭുതമാണ് കണ്ടേ. കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീങ്ങി. കാരണം 2000 പൗണ്ട് വെയിറ്റുള്ളതായ കല്ലാണ് ആ വലിയ കല്ല്. കാളവണ്ടി ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ വലിയ കല്ല്. ഒരിക്കൽ കൂടെ, കാളവണ്ടി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച കൊണ്ടുവരാം. സ്തോത്രം. നോക്കണമേ, കാളവണ്ടി ചക്രത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ളതായ കല്ല്. സ്തോത്രം. എന്നെ പോലെയുള്ള ഒരു 10-50 പേരെ തള്ളിയാലേ നീങ്ങത്തുള്ളൂ. സുയത്തിനെ പോലെയുള്ള 25 പേരെ തള്ളിയാൽ മതി. സ്തോത്രം. സോ അങ്ങനെയുള്ളവർ ആ കല്ല് തള്ളി, അതേ, വിലാപഗാനം പാടി ആ കല്ല് ഉരുട്ടി വെച്ചത് മറിയ കണ്ടതാണ് മിനിഞ്ഞാന്ന്. ഓ, അവരെല്ലാവരും കൂടെ ഈ വിലാപഗാനം പാടി ഈ കല്ല് ഉരുട്ടി വെച്ചതാണ്. സ്തോത്രം. ഇപ്പോൾ അത് ഉരുണ്ടിരിക്കുന്നു, അത് ഉരുണ്ട് മാറിയിരിക്കുന്നു. വലിയൊരു അത്ഭുതമാണ്. മാത്രമല്ല, നാട്ടിൽ മുഴുവൻ പാട്ടാണ്, അതിൽ മുഴുവൻ മുദ്ര വച്ചിരിക്കുന്നു.
ആ ഇമ്പീരിയൽ മുദ്ര അന്റോണിയോ ഫോർട്ടസിൽ നിന്ന് സ്തോത്രം പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ന് പീലാത്തോസിൻ്റെ മുദ്ര മോതിരം കൊണ്ടുവന്ന് വച്ചേക്കുകയാണ്. അതിൽ ആരെങ്കിലും തൊട്ടാൽ ഓൺ ദ സ്പോട്ട് അവനെ വെട്ടിക്കൊന്നുകളയും. നാട്ടിൽ മുഴുവൻ ആ കഥ പാട്ടാണ്. സ്തോത്രം 24 മണിക്കൂർ ഉണ്ട്. അത് ദേശത്തെല്ലാവരും അറിഞ്ഞു. ശനിയാഴ്ച കല്ലറയിൽ മുദ്ര വച്ചിരിക്കുന്നു. പക്ഷെ അവളെ വന്നപ്പോൾ മുദ്രയില്ല. അടഞ്ഞ കല്ലറയല്ല, അവൾ കണ്ടത് തുറന്ന കല്ലറയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രവചിച്ചു പറയട്ടെ, യേശുവിൻ നാമത്തിൽ കഴിഞ്ഞ കാലങ്ങൾ അടഞ്ഞത് നീ കണ്ടു എങ്കിൽ ഇൻ ജീസസ് നെയിം ഈ വർഷത്തിൻ്റെ അവസാനം ആർക്കും വേണ്ടി തുറക്കാത്തത് നിനക്ക് വേണ്ടി തുറക്കുന്നത് നീ കാണുവാൻ പോകുന്നു. യെസ് 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 തുറന്ന കല്ലറ, തുറന്ന കല്ലറ, തുറന്ന കല്ലറ. ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിൻ നാമത്തിൽ പ്രവചിക്കട്ടെ, നിന്റെ ദർശനങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു, ഉയർക്കാൻ പോകുന്നു. നിന്റെ ദർശനങ്ങൾ ഉയർക്കാൻ പോകുന്നു, നിന്റെ പ്രവചനങ്ങൾ ഉയർക്കാൻ പോകുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ ഉയർക്കാൻ പോകുന്നു. ഇൻ ജീസസ് നെയിം നിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും ചത്ത് നാറാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ദൂതുകൾ ഒരിക്കലും ചത്ത് നാറാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പുനരുദ്ധാനവും ജീവനുമായവൻ ഈ നല്ല ഞായറാഴ്ച ഈ ഹാളിന്റെ നെടുകയും കുറുകയും നിന്റെ തൊട്ട് ഇറങ്ങി നടന്നവൻ പറയുന്നു, ദർശനങ്ങൾ ഉയർക്കട്ടെ, പ്രവചനങ്ങൾ ഉയർക്കട്ടെ, വാഗ്ദത്തങ്ങൾ ഉയർക്കട്ടെ. കരങ്ങളെ അടിച്ച് ദർശനങ്ങൾ ഉയർക്കുന്നു, വാഗ്ദത്തങ്ങൾ ഉയർക്കുന്നു, പ്രവചനങ്ങൾ ഉയർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമെന്ന് നീ പറയുന്നതായ കല്ലുകൾ നിനക്ക് വേണ്ടി ഉരുണ്ട് മാറും. അവൾ അത്ഭുതമാണ് കണ്ടത്, അത്ഭുതമാണ് കണ്ടത്. പക്ഷേ അത്ഭുതം കണ്ടിട്ട് അവൾ പിന്മാറിയില്ല. തുറന്ന കല്ലറ കണ്ടു, അവൾ പിന്മാറിയില്ല. അടുത്ത് വീണ്ടും വേദപുസ്തകം പറയുന്നു, അവൾ ദൈവത്തിൻ്റെ ദൂതനെ കണ്ടു. മർക്കോസ് 16:5-7 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 16:5-6-7 വാക്യങ്ങളിൽ അവർ പിന്നെ കണ്ടത്, സ്തോത്രം, അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ളം നിലയെങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രേന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു, അവന് ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല, അവനെ വച്ച സ്ഥലം ഇതാ എന്ന് പറഞ്ഞു. കേൾക്കണമേ, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്ത്രീകളോട് ദൂതൻ സംസാരിക്കുകയാണ്. ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? മഗ്ദലക്കാരത്തി മറിയയുണ്ട്. സ്തോത്രം, സ്ത്രീകളോട് ദൂതൻ സംസാരിക്കുകയാണ്. ഓ ഗ്ലോറി. അപ്പച്ച, ഞങ്ങളുടെ റേഡിയോ അല്ല, ഞങ്ങളുടെ ഫോണിലുള്ള യൂട്യൂബ് അല്ല, ഫേസ്ബുക്ക് അല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, ഞങ്ങളുടെ TV അല്ല. കമോൺ, പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഏഞ്ചലിക് എൻകൗണ്ടർ ദൂതന്മാർ ഇറങ്ങി സംസാരിക്കട്ടെ. കയറി വന്നേ. അന്യഭാഷ പറഞ്ഞ് തീർന്നതല്ല ക്രിസ്തീയ ജീവിതം. അന്യഭാഷ പറഞ്ഞ് തുടങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. അയ്യോ, ആരും വേണ്ടിയില്ല, ഒരിക്കൽ കൂടെ പറയാം. അന്യഭാഷ പറഞ്ഞ് നിർത്തുന്നതല്ല ക്രിസ്തീയ ജീവിതം, അന്യഭാഷ പറഞ്ഞ് തുടങ്ങുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്നും ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് നിന്നോട് സംസാരിപ്പാൻ കഴിയും. ഇന്നും പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിപ്പാൻ കഴിയും. ഓ ഗ്ലോറി, ഹല്ലേലൂയ. സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെയൊക്കെ ആത്മീയ ലെവൽ ഇന്ന് പകൽക്കാലം മാറാൻ പോകുകയാണ്. ആത്മീയ ലെവൽ ഇന്ന് പകൽക്കാലം മാറാൻ. ഈ അനുഭവം പ്രത്യേകിച്ച് വെബ് സ്ട്രീമിൽ പൊതുവായി ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം സ്ഥലം കേരളമാണ്. ഏതവനെയും വിമർശിക്കും, ഏതവനെയും കൊല്ലും, ഏതവനെയും അധിക്ഷേപിക്കും. അങ്ങനെയുള്ള ഒരു വല്ലാത്ത സമൂഹമാണ് ഈ പടവലങ്ങ പോലെയുള്ള ഇടുങ്ങിയ സംസ്ഥാനത്ത് ഉള്ളത്. പക്ഷേ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, നാച്ചുറൽ റളത്തിലല്ല നീ ഞാൻ ജീവിക്കേണ്ടത്, ഓപ്പറേറ്റ് ചെയ്യേണ്ടത് സൂപ്പർ നാച്ചുറൽ. ഈ പുസ്തകം മുഴുവൻ സൂപ്പർ നാച്ചുറലാണ്. 5 പോയിന്റ് 7 പോയിന്റ് തള്ളുന്നതല്ല ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്നും ദൂതന്മാർക്ക് സംസാരിക്കാൻ കഴിയും. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു, ലോകം അവനെ കാണത്തില്ല, പക്ഷെ നിങ്ങളും അവനെ കാണും. അർത്ഥം, പരിശുദ്ധാത്മാവിനെ നിനക്ക് കാണാൻ പറ്റുമെന്നോ? ലോകം അവനെ അറിയത്തില്ല, പക്ഷെ നിങ്ങളും അവനെ അറിയാം. ഇന്റലക്ച്വൽ നോളജ് ഉള്ളവന് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല, പക്ഷേ ഹൃദയം വലുതായവന്
പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റും, പരിശുദ്ധാത്മാവിനെ കേൾപ്പാൻ പറ്റും. ചില വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, എല്ലാ ദിവസവും TV പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു സമയമുണ്ടായിരുന്നു. സ്തോത്രം. പക്ഷേ അന്നത്തെക്കാൾ കൂടുതൽ ആൾക്കാർ ഇന്ന് റീച്ച് ചെയ്യുന്നത് അതേ സോഷ്യൽ മീഡിയയിലാണ്. എല്ലാ ദിവസവും സ്തോത്രം കേരളം മുഴുവൻ കാണുന്നവർ കാണും. സ്തോത്രം. ACV ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ പ്രസംഗിക്കുകയാണ്. സോ പിറ്റേന്ന് അതിരാവിലെ 4:30 മണിക്ക് ദുബായ് വഴി അമേരിക്കയിൽ പോകണം. 14 എപ്പിസോഡ് സ്തോത്രം അതെ 2 ആഴ്ചത്തേക്ക് കൊടുത്തിട്ട് വേണം പോകാൻ. 7 എണ്ണം ഓൾറെഡി റെക്കോർഡാണ്, 7 എണ്ണം ഇനി റെക്കോർഡ് ചെയ്യണം. ഏലിയാവിനെ കുറിച്ച് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. കുത്തിയിരുന്ന് പ്രിപ്പയർ ചെയ്തു. എൻ്റെ സ്റ്റൈൽ അതാണ്. നിങ്ങൾക്ക് കൂടുതലൊക്കെ കൃപയുള്ളത് കൊണ്ട് പ്രിപ്പയർ ചെയ്യാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങ് വരുമായിരിക്കും. എനിക്കങ്ങനെയല്ല. എനിക്കിരുന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ വന്നാലേ നമുക്ക് വണ്ടി ഓടത്തുള്ളൂ. നമുക്ക് അത്രയൊക്കെ കൃപ വളരെ കുറച്ചേ ഉള്ളൂ. റിയലി നമ്മൾ കുത്തിയിരിക്കണം, കരയണം, പ്രാർത്ഥിക്കണം, മണിക്കൂറുകൾ അന്യഭാഷ പറയണം, കുറച്ചുറങ്ങണം. സ്തോത്രം. പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന 1.5 മണിക്കൂറെങ്കിൽ 3-4 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആത്മനിറവിൽ വന്നാലേ നമുക്ക് പരിപാടി നടക്കത്തുള്ളൂ. സോ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ ബാക്ക്ഗ്രൗണ്ട്, ഏലിയാവ് എന്ന വ്യക്തി എൻ്റെ ശുശ്രൂഷയുടെ തുടക്കം കെരീത്, സീദോൻ, കർമേൽ ഓരോ എപ്പിസോഡായി 6 എപ്പിസോഡ് പ്രസംഗിച്ചിട്ട് അടുത്ത ഷട്ട് മാറണം. 7ാമത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മുടെ ഓഫീസിൽ എൻ്റെ സീറ്റിൽ വന്നിരുന്നു. അപ്പോൾ 7ാമത്തെ എപ്പിസോഡ് എലിയാവിൽ നിന്ന് പുതപ്പ് എലിശായിലേക്ക് വന്ന ആ സംഭവം 7ാമത്തെ എപ്പിസോഡ് പറയാം എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഷട്ട് മാറാൻ വേണ്ടി തുടങ്ങുമ്പോൾ പുറത്ത് ഈ ജ്വലിച്ച് നിൽക്കുന്ന സൂര്യനേക്കാൾ ഭയങ്കര പ്രഭയുള്ള ഒരുവൻ എൻ്റെ വലതുവശത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു. സൂര്യനേക്കാൾ ഭയങ്കര തേജസ്സുള്ള ഒരുവൻ എൻ്റെ വലതുവശത്ത് നിൽക്കുക. എന്നിട്ട് അവൻ്റെ ശബ്ദം ഉണ്ടല്ലോ, ഭയങ്കര സീറ്റ്. എന്നിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, ഡോണ്ട് യു നോ ദാറ്റ് Elijah is having a ministry in New Testament? Don't you know that Elijah is having a ministry in New Testament? അപ്പോൾ അതുവരെ പ്രസംഗിച്ച ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ്, പഴയ നിയമം പറഞ്ഞേ. ആ ശബ്ദം ഇതാണ്. നിനക്കറിയത്തില്ലേ, പുതിയ നിയമത്തിൽ ഏലിയാവിനൊരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതാ ദൂത് മറുരൂപമലയിൽ നിന്നത്, വെളിപ്പാട് 11 എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ഇറങ്ങി നിൽക്കുന്നത്. പുതിയ നിയമത്തിൽ ഏലിയാവിനൊരു ശുശ്രൂഷയുണ്ടെന്ന് നിനക്കറിയത്തില്ലേ? ഗൂഗിളല്ല പറഞ്ഞത്, ലൈബ്രറി അല്ല പറഞ്ഞത്, സെമിനാരി അല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. എൻകൗണ്ടേഴ്സ്, കം ഓൺ, എൻകൗണ്ടേഴ്സ്. നിനക്കായി സ്വർഗം തുറക്കപ്പെടണം. കം ഓൺ, എൻകൗണ്ടേഴ്സ്. യെസ് പീപ്പിൾ, കേറി വാ. എൻകൗണ്ടേഴ്സ്. പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് അപ്പത്തിന് വേണ്ടി കടിപിടി കൂട്ടാതെ കേറിവാ. പുരുഷാരത്തിന്റെ നടുവിൽ നിന്ന് ഹോശന്ന പറയുന്നത് നിർത്തിയിട്ട് കേറിവാ. അത്ഭുതം കണ്ട് കൈയടിക്കുന്നത് നിർത്തിയിട്ട് കേറിവാ. മറുരൂപ മലയിലേക്ക് കേറിവാ. അവിടെ മഹത്വം വലിയതാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഉയരങ്ങളിലേക്ക് പോകുക. അവിടെ നിർത്തി. ഉയരങ്ങളിലേക്ക് പോയാട്ടെ. ഉയരങ്ങളിലേക്ക് കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചു ദൈവത്തെ സ്തുതിച്ചാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സോ ദൂതൻ ഈ സഹോദരന്മാരോട് പറയുകയാണ്. ദൂതൻ അവരോട് പറയുകയാണ്, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ്. നേരമില്ല, പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. അപ്പോൾ ദൂതനെയും കണ്ടു. പക്ഷേ എന്നിട്ടും അവൾ തൃപ്തിപ്പെട്ടില്ല. പലരും ദൂതനെ കണ്ടാൽ, പലതും കണ്ടാൽ, കൃപാവരം കണ്ടാൽ ദിസ് ഈസ് ദ എൻഡ്. പക്ഷേ എന്നിട്ടും അവൾ പോയില്ല. കൺക്ലൂഷൻ അതാണ്. സ്തോത്രം. കല്ലറ തുറന്നത് കണ്ടു, ദൂതനെ കണ്ടു, അത്ഭുതം കണ്ടു, ദൂതനെ കണ്ടു. പക്ഷേ എന്നിട്ടും അവൾ കരഞ്ഞിട്ട് നിൽക്കുക. കാരണം അവൾക്ക് ആ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ബോഡിയെ, ആ ശരീരത്തെ
പ്രൊട്ടക്റ്റ് ചെയ്യണം. പലർക്ക് അത്ഭുതം കിട്ടിയാൽ മതി, പലർക്ക് അനുഗ്രഹം കിട്ടിയാൽ മതി. പക്ഷേ ദൈവകൃപ, ദൈവ സാന്നിധ്യം വേറെ ആർക്കുമില്ലാത്ത അൺകോമൺ ആയിട്ടുള്ള പലത് വെളിപ്പെടുന്നത് ഈ ബോഡിയെ, കർത്താവിൻ്റെ ശരീരം എന്ന ആ ബോഡിയെ ടേക്ക് കെയർ ചെയ്യാൻ ആരെങ്കിലുണ്ടോ? പലർക്കും വേണ്ടിയ പ്ലാറ്റ്ഫോമാണ്, പലർക്കും വേണ്ടിയ പേരാണ്, പലർക്കും ചെത്തണം, പലർക്കും പണം വേണം, പലർക്കും സ്ഥാനമാനം വേണം. പക്ഷെ ഈ ബോഡിയെ ആരാ ടേക്ക് കെയർ ചെയ്യുന്നത്? മനസ്സിലാക്കുന്ന റാമയൻ പറഞ്ഞാട്ട്, ഹേ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ ബോഡിയിൽ നിന്നാണ്, ഈ ബോഡിയിൽ നീ കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇത്രത്തോളം ദൈവം നിന്നെ കൊണ്ടുവന്നേ. ഇല്ലെങ്കിൽ മണ്ണിനടിയിൽ ദ്രവിക്കേണ്ട കാലം കഴിഞ്ഞു. നിന്റെ കുഞ്ഞിൻ്റെ അംഗവൈകല്യം മാറിയത് ഇതുമായി കണക്ട് ചെയ്തത് കൊണ്ടാണ്. നിന്റെ ഭാവിയെ, പിള്ളേരെ, കുടുംബത്തെ ദൈവം മാനിച്ച് നടത്തിയത് ഈ ബോഡിയുമായി കണക്ട് ചെയ്ത് കൊണ്ടാണ്. പക്ഷെ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യട്ടെ, എന്നാൽ എത്രത്തോളമാണ് ഈ ബോഡിയെ നീ കെയർ ചെയ്തത്? മുതലക്കാലത്ത് ആ ബോഡിയെ അനുഭവിച്ചവളല്ല, ആ ബോഡിയെ ടേക്ക് കെയർ ചെയ്തവളാണ്. ഓ കമാൻ, ഒത്തിരി നന്ദിയുണ്ട് ദൈവങ്ങളെ. നിങ്ങൾ ഒത്തിരി പേര് ഇതിനു വേണ്ടി കരയുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, കൊടുത്തവരാണ്, നിൽക്കുന്നവരാണ്, ടേക്ക് കെയർ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ രഹസ്യവും അതാണ്. ദൈവം നിങ്ങളെ മാനിക്കുന്നത് കൊണ്ടാണ്. നീ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല, നീ പ്ലാറ്റ്ഫോമിൽ ആൾ കളിക്കാൻ നിന്നിട്ടില്ല. പക്ഷെ എന്നാലും സ്വർഗത്തിൽ ദൈവത്തിനറിയാം, യെസ് നീ നിൽക്കുന്നത് ഈ ബോഡിയെ കെയർ ചെയ്താണ്. വേറെ ആരും ചിന്തിക്കാത്ത നീ ചിന്തിക്കുന്നു. വേറെ ആർക്കും ഇല്ലാത്ത ഭാരം ഇതിനെക്കുറിച്ച് നിനക്കുണ്ട്. വേറെ ഒത്തിരി പേർ ഇതിനെ ചിത്തിയാക്കാനും ഇതിനെ നാറാനും ഒക്കെ പരിപാടി ചെയ്യുമ്പോൾ നോ, നീ പറയുന്നു നോ 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 നോ, ഇത് നാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് ബോഡി. അത്ഭുതം കണ്ടു, ദൂതനെ കണ്ടു. പക്ഷെ ആ ബോഡിക്ക് വേണ്ടി നിന്ന് അവൾക്ക് വേണ്ടി എൻ്റെ കർത്താവ്, സ്തോത്രം, അവൻ കയറിയെന്ന് വരുന്നതിനെ ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? പാതാളത്തിലേക്ക് ഇറങ്ങി സാത്താനെ ആയുധവർഗം വയ്പ്പിച്ച് പരാജയപ്പെടുത്തി ദുരാത്മ മണ്ഡലങ്ങളെ തകർത്ത് പാതാളത്തിൻ്റെയും മരണത്തിൻ്റെ താക്കോലൊക്കെ എടുത്ത് ബദ്ധന്മാരെ വിടിവിച്ച് യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറി പോവുക. എവിടെ എഴുതിയിരിക്കുന്നത്? ലേവ്യ പുസ്തകം 9-10 എബ്രാ ലേഖനം 9-10 അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, എബ്രാ ലേഖനം 9-10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മഹാപുരോഹിതൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കുക. സ്തോത്രം. വേദപുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈവൻ്റ് എന്ന് പറയുന്നത്, ഞാൻ ആവർത്തിക്കുന്നു, വേദപുസ്തകത്തിൽ ഇമ്പോർട്ടൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് എന്ന് പറയുന്നത്, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിലിറങ്ങിയതല്ല, അബ്രഹാം ഉയർത്തിയതായ കത്തിയിൽ നിന്ന് ഇസഹാക്കിനെ വിടുവിച്ചതല്ല, കർമ്മേലർ തീ വീണതല്ല, യോർദാൻ പറ്റിയതല്ല, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതല്ല. അതൊന്നും അല്ല വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ്. ഞാൻ പറയാം, വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് പൗലൂസിനെ, സ്തോത്രം, കർത്താവ് അതേ ദമസ്കോസിൻ്റെ പടിവാളിൽ വെച്ച് സന്ധിച്ചതല്ല, പത്മോസ് ദ്വീപിൽ യോഹന്നാൻ്റെ അടുക്കൽ കർത്താവ് ഇറങ്ങിയതല്ല. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതല്ല, ലാസറിനെ കർത്താവ് പുറത്തിറക്കിയതല്ല. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് എന്ന് പറയുന്നത്, കേക്ക്, ഹാബിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം കൊണ്ട് യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ കയറി പോകണം. അതാണ് നിനക്ക് പ്രായച്ചിത്തം കൊണ്ടുവന്നത്. ആ ഈവൻ്റാണ് നിന്നെ ദൈവ പൈതലാക്കിയത്. അതാണ് നിന്റെ പാപത്തെ ക്ഷമിച്ചത്. അതാണ് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയത്. ആ ഈവന്റെ നിമിത്തമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന് നിന്നെ നിറച്ചിരിക്കുന്നത്. കേട്ടവർ 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ആ ഈവന്റ് എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 16-ാം അധ്യായം അനുസരിച്ച് മഹാപുരോഹിതൻ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് യോം കിപ്പോർ അഥവാ മഹാപാപ പരിഹാര ദിനം, ഡേ ഓഫ് അറ്റോണിമെൻറ്റ്. മഹാപാപ പരിഹാര ദിനത്തിന് ഒറ്റ ആണ്ടയ്ക്ക് അന്യരക്തവുമായി മഹാപുരോഹിതൻ പേടിച്ച് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുകയാണ്. അന്യരക്തം, ആ രക്തത്തിലേക്ക് നോക്കുമ്പോൾ ആ രക്തം ഇരുന്നോ അല്ലാതെ വെട്ടുന്നു. പേടിയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അമ്മമാർ, അമ്മച്ചിമാർ, പണ്ട് അവർ പെണ്ണ് കാണാൻ അവരുടെ അപ്പച്ചന്മാർ വന്നപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് വന്നപ്പോൾ, ഞാൻ പറയുന്നത് 25 കൊല്ലം 40 കൊല്ലം മുമ്പാണ്. ഇപ്പോഴങ്ങനെയല്ല. അന്ന് അവർ ചായയും കൊണ്ട്
അല്ലെങ്കിൽ കോഫിയും കൊണ്ട് ആ ചെറുക്കനെ കാണാൻ അതെ കടന്നു പോയപ്പോൾ ആ ആൻറ്റിയുടെ പേടി നിങ്ങൾക്ക് ആ ചായയിൽ നോക്കിയാൽ അറിയാം. ഓ ആരോട് പറയാൻ കർത്താവേ, ഹല്ലേലൂയ. ആ ചായ നോക്കുമ്പോൾ ആ ചായ ഇരുന്ന് വെട്ടുമല്ലേ, കോഫി ഇരുന്ന് വെട്ടുമ്പോൾ അറിയാം സ്തോത്രം അവൾക്ക് എത്രത്തോളം പേടിയുണ്ട്. എക്സാക്ട്ലി സെയിം മാനർ ആരോൻ ഉൾപ്പെടെയുള്ള മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ തട്ടിപ്പോകുന്ന കേസായതുകൊണ്ട് ആ രക്തം ഇരുന്നിങ്ങനെ വെട്ടുകയാണ്. ആ രക്തം ഇരുന്ന് ഓളം വെട്ടുകയാണ്. പക്ഷെ എനിക്കറിയാം ഓളം വെട്ടാതെ പോയ ഒരു രക്തമുണ്ട്. കാരണം പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവൻ, അവൻ്റെ രക്തത്തിൽ പാപമില്ലാത്തത് കൊണ്ട് ആ പാപമില്ലാത്ത രക്തവുമായി യേശു കർത്താവ് പ്രവേശിക്കണമായിരുന്നു. പ്രകാരം 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. പുതിയ നിയമത്തിൽ നിന്ന് വ്യാഖ്യാനിക്കട്ടെ. 1 സ്വർഗം, 2 സ്വർഗം, 3 സ്വർഗം. പ്രകാരം വിശുദ്ധ സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മോശയുടെ കാലം മുതൽ പുരോഹിതന്മാർ പ്രവേശിച്ചെങ്കിൽ 1 സ്വർഗം, 2 സ്വർഗം, 3 സ്വർഗത്തിലേക്ക് യേശു കർത്താവ് വിശുദ്ധ രക്തവുമായി പ്രവേശിക്കണം. നോക്കിയേ ഉറങ്ങിയത് മതി, കണ്ണുറന്ന് എല്ലാവരും കേട്ടിരുന്നേ, ഉറങ്ങിയത് മതി. ഈ ഇൻട്രഡക്ഷനോടെ കൺക്ലൂഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കിയോട്ടെ, നിങ്ങളുടെ മനസ്സിൻ്റെ തിയേറ്റർ തുറന്നേ. പിതാവായി ദൈവം നോക്കിയാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവ്, ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട് ഇങ്ങനെ ഒരു ദിവസം അന്യരക്തമല്ല സ്വന്തം രക്തവുമായി അവൻ പ്രവേശിക്കും. പിതാവായ ദൈവം പറയും, യെസ്, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒരു സംഘടനയ്ക്കല്ല, ഒരു ജാതിക്കല്ല, മുഴുവൻ മാനവജാതിക്ക് വേണ്ടി, മുഴുവൻ മാനവജാതിക്ക് വേണ്ടി അവനിതാ രക്തവുമായി വരികയാണ്. ഗദശമനയിൽ അവൻ്റെ രക്തം പ്രാർത്ഥിച്ചപ്പോൾ വീണു. പിലാത്തോസിൻ്റെ അരമനയിൽ അടിക്കപ്പെട്ടപ്പോൾ, ചാട്ടപറഞ്ഞാൽ അടിക്കപ്പെട്ടപ്പോൾ രക്തം വീണു. ഗോൽഗോത്തയിൽ വീണു. സ്തോത്രം. പോരെങ്കിൽ ആ ക്രൂശുമായി നടന്നപ്പോൾ യെരുശലേമിൻ്റെ തെരുവിൽ വീണു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഗദശമനയിൽ വീണ രക്തം, പിലാത്തോസിൻ്റെ അരമനയിൽ വീണ രക്തം, സ്തോത്രം, യെരുശലേമിൻ്റെ തെരുവിൽ വീണതായ രക്തം, ഗോൽഗോത്തയിൽ വീണതായ രക്തം. നിങ്ങൾ വിചാരിച്ചത് അതങ്ങ് പോയെന്നാണ്, അതങ്ങ് നഷ്ടപ്പെട്ടെന്നാണ്. നോ 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 നോ, ദൂതന്മാരെ അത് കളക്ട് ചെയ്യായിരുന്നു. come on, it cannot be wasted. It cannot be wasted. അർത്ഥം, നിന്റെ ത്യാഗത്തെ സ്വരൂപിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ത്യാഗം, നിന്റെ കണ്ണുനീർ, നിന്റെ നെടുവീർപ്പ്, നിന്റെ പ്രാർത്ഥന, നിന്റെ ഉപവാസം കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. കർത്താവിൻ്റെ സൈന്യം ആമേൻ പറഞ്ഞേ. അത് സ്വരൂപിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ രക്തം വേസ്റ്റ് ആയില്ല. ആ രക്തവുമായി ബോസ് വന്ന മക്കളെ, സ്തോത്രം, ആ രക്തവുമായി കർത്താവ് സ്വർഗത്തിലേക്ക് അവൻ കടന്നു പോവുകയാണ്. അത് നോക്കിയേ, പിതാവായ ദൈവം നോക്കുന്നു, പരിശുദ്ധാത്മാവ് നോക്കുന്നു. പരിശുദ്ധാത്മാവ് പറയും, നോക്കിയേ, അവൻ ഉയർത്തെഴുന്നേറ്റ് വരിക, അവൻ ഉയർത്തെഴുന്നേറ്റ് വരിക. കാര്യം എന്തെന്നറിയോ? അവൻ സ്തോത്രം ദൈവഹിതത്തിൽ നിന്നും, അവൻ ദൈവഹിതത്തിൽ നിന്നതുകൊണ്ടാണ് അവനൊരു റിസറക്ഷൻ ഉണ്ടായത്. തകർന്നവനെ, പൊട്ടിയവനെ, തൊലഞ്ഞവനെ, തീർന്നവനെ, ചിതറപ്പെട്ടവനെ, ഞാൻ പറയട്ടെ, ഈ പുസ്തകം പറയുന്ന ദൈവഹിതത്തിൽ നിന്നാലേ ആർക്കുമില്ലാത്ത ഒരു ഉദ്ധാരണം നിനക്കുണ്ടായിരിക്കും. മറ്റുള്ളവൻ തോറ്റെടുത്ത് നീ ജയിക്കും, മറ്റുള്ളവൻ നാറിയെടുത്ത് നീ കാണുകയില്ല. മനുഷ്യൻ നിന്നെ തല്ലിക്കൊന്ന് വച്ചെടുത്ത് 3 ദിവസം കടന്നു വരുമ്പോൾ നീ അവിടെ കാണുകയില്ല. കാരണം നീ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. യേശു കർത്താവ് ആ ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് പിതാവായി ദൈവം നോക്കുന്നു, പരിശുദ്ധാത്മാവ് നോക്കുന്നു, സരാഫുകൾ നോക്കുന്നു, കരൂപുകൾ നോക്കുന്നു, എല്ലാ ദൂതന്മാർ, ലക്ഷോപലക്ഷം കോടാനുകോടി ദൂതന്മാർ നോക്കുന്ന ആ വേളയിൽ മാനവ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈമാണത്. പ്രായശ്ചിത്തത്തിൻ്റെ ടൈമാണ്. ഇപ്പോൾ വരും ആ മേഴ്സി സീറ്റിൽ, കൃപാസനത്തിൽ 7 പ്രാവശ്യം മഹാപുരോഹിതൻ രക്തം തളിക്കുക. അതാണ് ലേവ്യ പുസ്തകം 16 പറയുന്നത്. ഇപ്പോൾ വരും. ദൂതന്മാർ പറഞ്ഞു 7 പ്രാവശ്യം എണ്ണിക്കൊള്ളണം. ഇപ്പം രക്തം തളിക്കുക, ഇപ്പം രക്തം തളിക്കുക. ദൂതന്മാർ, കെരൂബുകൾ എല്ലാവരും നോക്കിയിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്റ്റോപ്പായി. ദൂതന്മാർ പരസ്പരം നോക്കി ചോദിച്ചു കാണും, എടാ അഹരോൻ ഉൾപ്പെടെ ഒരു പുരോഹിതനും സ്റ്റോപ്പായില്ലല്ലോ. എല്ലാവരും ഭയഭക്തിയോട് ഓടി വന്നു. ഇവൻ സ്ലോ ആയി, അവസാനം സ്റ്റോപ്പായി. പിതാവായ ദൈവത്തെങ്കിലേക്ക് അവൻ നോക്കി. എന്താ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ നോക്കി. എക്സ്ക്യൂസ് മീ പിതാവേ,
എൻ്റെ പിന്നിൽ ഒരു കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എൻ്റെ പിന്നിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിന്ന് കരയുന്ന ഒരു കരച്ചിലിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഐ നോ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാക്രമെൻ്റ് ആണെന്ന്, ശുശ്രൂഷയാണെന്ന് എനിക്കറിയാം. ഇതാണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശുശ്രൂഷ സമയമെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ്. അവൾ സ്തോത്രം അതേ വില കൊടുത്ത് എൻ്റെ പിന്നാലെ നടന്നവളാണ്. അവൾ എൻ്റെ ക്രൂശിൻ്റെ അരികിൽ കയറി വന്ന് നിന്നവളാണ്. ബാക്കി എല്ലാവരും എന്നെ വിട്ട് ഓടിയിട്ടും അവൾ ഓടിയില്ല. എൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലൻ പോലും എന്നെ തള്ളി പറഞ്ഞു, പക്ഷേ അവൾ എന്നെ തള്ളി പറഞ്ഞില്ല. അവളുടെ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ആ കല്ലറയിൽ അവൾ ആദ്യം ഓടിയെത്തിയത്. വേറെ മറ്റുള്ളവർ ഒത്തിരി പേർ തോറ്റെടുത്ത് ഇവൾ എനിക്ക് വേണ്ടി നിന്നവളാണ്. മറ്റുള്ളവർ എന്നെ പരാജയപ്പെടുത്തിയെടുത്ത് ഇവൾ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്നതാണ്. അവളാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് കരയുന്നത്. അവൾ കരയുന്നത് അവൾക്ക് വേണ്ടിയല്ല കരയുന്നത്. അവൾ കരയുന്നത് അവൾക്ക് വേണ്ടിയല്ല, അല്ല. അവൾ കരയുന്നത് എന്നെ ഓർത്തിട്ടാണ് കരയുന്നത്. Come on. ഞാൻ നിർത്തി. ഇന്ന് പകൽ ഇത് ഇത്രയും കാലം, ഇത്രയും വർഷം നിനക്ക് വേണ്ടിയായിരിക്കാം നീ കരഞ്ഞത്. എന്നാൽ ചാലഞ്ച് ചെയ്യട്ടെ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അപ്പച്ചന് വേണ്ടി കരവാൻ, കർത്താവിന് വേണ്ടി കരവാൻ ഈ പട്ടണത്തിൽ ആരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ പദ്ധതിക്ക് വേണ്ടി കരവാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി കരവാൻ. അവൻ്റെ ശരീരം എവിടെയാണ്? അവൻ്റെ ശരീരം നാറാൻ പാടില്ല. ഒത്തിരി നാറ്റ കേസുകൾ ദേശത്തിൽ അവിടെ എവിടെയും കേട്ടു. പക്ഷെ ഇനി നാറാൻ പാടില്ല. ഇനി നാറാൻ പാടില്ലെന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടോ? അവൾ കരഞ്ഞത് അവൾക്ക് വേണ്ടിയല്ല. അവൾ കരഞ്ഞത് അവളുടെ വീടിന് വേണ്ടിയുമല്ല. അവൾ കരഞ്ഞത് കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് യേശു കർത്താവ് പിതാവായ ദൈവത്തെ നോക്കി പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഐ നോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്. മറ്റ് ഏതൊരു സന്ദർഭത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. ഇതിനു വേണ്ടിയാണ് പിതാവെ അങ്ങ് കാത്തിരുന്നത്. പ്രോട്ടോക്കോൾ തെറ്റിക്കാം നമുക്ക്. കമോൺ, പ്രോട്ടോക്കോൾ നമുക്കൊന്ന് തെറ്റിച്ചിട്ട് ഞാൻ ഇപ്പം വരാം. ലെറ്റ് മീ ഹാവ് ആൻ എൻകൗണ്ടർ വിത്ത് ഹർ. ഞാൻ അവൾക്ക് ഒരു മുഖാമുഖം കൊടുത്തിട്ട് ഞാൻ ഇപ്പം വരാം. ദൂതന്മാർ ഉൾപ്പെടെയുള്ളവർ കാത്തിരുന്നാട്ടെ, ഞാൻ ഇപ്പം വരാം. സ്തോത്രം. കേക്ക് ദൂതതാ, കേക്ക്. അന്ന് ഏറ്റവും ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിന് അല്പം ഡിലേ വരുത്തി കർത്താവ് ഇറങ്ങി വന്നു എങ്കിൽ, മോനെ അല്പം വോളിയ സ്തോത്രം. അന്ന് ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ മീറ്റിങ്ങിന് അല്പം ഡിലേ വരുത്തി അവൻ ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് ഈ പട്ടണത്തിൽ ആ വീട്ടിൽ എവിടെയോ ഇരുന്ന് ഒറ്റയ്ക്ക് കരയുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് ആരാധിച്ച് കരയുമ്പോൾ ആ റൂമിൽ നീ ഒറ്റയ്ക്കല്ല. ആ റൂമിൽ നീ ഒറ്റയ്ക്കല്ല. കമാൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങള് എവിടെയാണോ നീ ഒറ്റയ്ക്ക് അവൻ്റെ സാന്നിധ്യം കൊതിക്കുന്നത്, എവിടെയാണോ ആ ശബ്ദത്തിന് വേണ്ടി നീ നിന്നെ തന്നെ ആത്മാവിൽ ട്യൂൺ ചെയ്യപ്പെടുന്നത്, അവിടെ നീ ഒറ്റയ്ക്ക് അല്ല. ഇമ്മാനുവേൽ യഹോവ ഷമ. യെസ്, ഇമ്മാനുവേൽ യഹോവ ഷമ ആ റൂമിലുണ്ട്. പിന്നെ ഒരുപാട് കാര്യം ഈ കാലഘട്ടത്തിൻ്റെ ദൂതായി നിനക്ക് കൈമാറ്റം ചെയ്യുവാനുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ഈ കാലഘട്ടത്തിൻ്റെ ദൂതായി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് നിന്റെ പ്രാർത്ഥന അറയിൽ കൈമാറ്റം ചെയ്യുവാനുണ്ട്. നിന്റെ പ്രാർത്ഥന അറയിൽ ആൻറ്റി, സഹോദരനെ, സഹോദരിയെ, ദൈവദാസിയെ, ഒരുപാട് കാര്യം എൻ്റെ ദൈവത്തിന് കൈമാറ്റം ചെയ്യുവാനുണ്ട്. ഒരുപാട് കാര്യം അവന് കൈമാറ്റം ചെയ്യുവാനുണ്ട്. പട്ടണത്തിൽ എന്തായിരിക്കും, സംസ്ഥാനത്തിൽ എന്തായിരിക്കും, രാജ്യത്തിൽ എന്തായിരിക്കും? രാജാക്കന്മാരെ കുറിച്ചുള്ള ദൂതുകൾ, നേതാക്കന്മാരെ കുറിച്ചുള്ള ദൂതുകൾ, അതേ പല ഇലക്ഷൻ വരുന്നു, ഇലക്ഷനെ കുറിച്ചുള്ള ദൂതുകൾ, നിന്നെ കുറിച്ചുള്ള ദൂതുകൾ, നിന്റെ സഭയെ കുറിച്ചുള്ള ദൂതുകൾ. ഒരുപാട് ദൈവശബ്ദം ദൈവത്തിന് നിന്നോട് കൈമാറുവാനുണ്ട്.
കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച് പ്രവചനത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. പ്രവചനത്തിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. പ്രവചനത്തിൻ്റെ ചെവികൾ തുറക്കട്ടെ. പ്രവാചകന്മാർ പ്രവാചകന്മാർ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ എഴുന്നേൽക്കട്ടെ. ദേശമേ 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 ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. പട്ടണമേ ദൈവ ശബ്ദം കേൾക്കാം. ഞങ്ങൾ ഊഹാഭോഗങ്ങളിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടിലാണ്. വെളിപ്പാടിൻ്റെ ജനം ഊഹാഭോഗങ്ങളെ കാലം കഴിഞ്ഞു. വെളിപ്പാടിൻ്റെ ജനം. ഞങ്ങൾ വീട്ടിൽ പറയുന്നത് വെളിപ്പാട്, ഫോണിൽ പറയുന്നത് വെളിപ്പാട്, നേരിട്ട് പറയുന്നത് വെളിപ്പാട്. കുട്ടികളെല്ലാം കരങ്ങൾ അടിച്ച് ശബ്ദം ഉയർത്തി ആരാധിച്ച് In the name of Jesus. Yes. ദർശനങ്ങൾ സ്വപ്നങ്ങൾ കണ്ണുകൾ അടച്ച് ആരാധിക്ക. യെസ് ദൂതുകളെ കൈമാറ്റങ്ങൾ നടക്കുന്നു. ദൂതുകളെ കൈമാറ്റങ്ങൾ ആരംഭിക്കുന്നു. സ്വപ്നങ്ങൾ ദർശനങ്ങൾ ഡയറിയിൽ എഴുതിയിട, നോട്ട്ബുക്കിൽ എഴുതിയിട, ഡേറ്റ് ബൈ ഡേറ്റ എഴുതിയിട. ആലോചനയുടെ കലവറകൾ നിങ്ങൾക്കായി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്ന ആലോചനകളുടെ കലവറകൾ തുറക്കുന്നു. ദൈവ ശബ്ദത്തിന്റെ ആലോചനയുടെ കലവറകൾ തുറക്കുന്നു.